അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. വിസ്ഡം സ്പോട്ട്ലൈറ്റിൻ്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് വളരെ സുപ്രധാനമായിട്ടുള്ള 3 വിഷയങ്ങളാണ് വീണ്ടും പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത്. ഒന്നാമത് നമ്മൾ എടുക്കുന്ന വിഷയം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ മാധ്യമങ്ങളിലൊക്കെ ഒരുപാടധികം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹം മലപ്പുറം ജില്ലയിലെ ചുങ്കത്തറയിൽ വന്ന ശേഷം നടത്തിയൊരു പ്രസ്താവന, അവരുടെ SNDP യോഗത്തിൻ്റെ ഒരു പ്രോഗ്രാമിൽ വന്ന ശേഷം അദ്ദേഹം നടത്തിയൊരു പ്രസ്താവനയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് കേരളത്തിൽ വലിയ രീതിയിൽ ചർച്ചകൾ ഉണ്ടായിട്ടുള്ളത്. അതിൽ അദ്ദേഹം പറഞ്ഞ കാര്യം, മലപ്പുറം ജില്ല എന്ന് പറയുമ്പോൾ അത് ഒരു പ്രത്യേക രാജ്യമാണ്, അല്ലെങ്കിൽ പ്രത്യേക സംസ്ഥാനമാണ്. അവിടെ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം പറയാനുള്ള സ്വാതന്ത്ര്യം ഇല്ല, അല്ലെങ്കിൽ ശുദ്ധവായു ശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ല എന്നുള്ള നിലക്കൊക്കെ ഉള്ളൊരു പ്രസ്താവന, ഒരു ജില്ലയെ അല്ലെങ്കിൽ ആ ജില്ലയിലുള്ള മനുഷ്യരെക്കുറിച്ചുള്ള ഒരു വളരെ വികലമായിട്ടുള്ളൊരു പ്രസ്താവന അദ്ദേഹം നടത്തുകയുണ്ടായി. അപ്പോൾ ഇതിന് നമുക്കറിയാം, ഇത് കേവലം പെട്ടെന്ന് വന്ന് ഒരു സുപ്രഭാതത്തിൽ വന്ന് നടത്തുന്ന ഒരു പ്രസ്താവനയല്ല, മറിച്ച് അതിന് പിന്നിൽ ഒരുപാട് രാഷ്ട്രീയപരമായിട്ടുള്ള കാരണങ്ങളുണ്ടാവാം. അപ്പോൾ ഇതിനെ നമ്മൾ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളതാണ് ആദ്യം. അല്ല, തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ആ പ്രസംഗം യഥാർത്ഥത്തിൽ ഇത് നമ്മൾ ചർച്ച ചെയ്യുന്നു എന്നത് തന്നെ നമുക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന കാര്യമാണ്. പിന്നെ അത് ചർച്ചയായ സ്ഥിതിക്ക് ആ കാര്യത്തിൽ നമുക്ക് പറയാനുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞു പോകണം എന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ സംസാരിക്കുന്നത്. അതങ്ങനെ നമുക്ക് സംസാരിക്കാൻ ഇഷ്ടമുണ്ടായത് കൊണ്ടല്ല. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഒരു തീ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് അപകടം ഉണ്ടാക്കുമെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അത് കെടുത്തണം എന്ന് പറയൽ എന്നുള്ള ബാധ്യതയാണല്ലോ. അതേപോലെ ഈ തീ എന്ത് ചെയ്യണം, കത്തി അത് പലരും അത് പടർത്തി അത് പല രീതിയിലേക്കും പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് കത്താൻ പാടില്ല, അത് കെടുത്തണം എന്ന് പറയുക എന്നുള്ളത് നമ്മളെ ബാധ്യതയാണ്. ആ നിലക്കാണ് നമ്മളത് സംസാരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത് അവഗണിച്ച് വിടേണ്ട ഒരു പ്രസംഗമാണ്. എന്നാൽ ചർച്ചയായതുകൊണ്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നു എന്ന് മാത്രം. പിന്നെ ഇവിടെ എനിക്ക് പറയാനുള്ളത്, ഇതിൻ്റെ ലക്ഷ്യം ഇവിടെ ഒരിക്കലും നടപ്പാകാൻ പാടില്ല. ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് വളരെ ക്ലിയറാണ്. കേരളത്തെ വർഗീയമായി ഒരു പോളറൈസേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു പ്രോജക്റ്റ് കുറേ ആയിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് എന്താ വെച്ചാൽ ഇവിടെ ന്യൂനപക്ഷങ്ങൾ കൂടുതലുള്ള ഒരു സംസ്ഥാനമാണ്. അതായത് എല്ലാ ക്രൈസ്തവ വിഭാഗവും മുസ്ലിം വിഭാഗമൊക്കെ എല്ലാവരും കൂടെ കൂടിയാൽ കൂടുതലുള്ളൊരു വിഭാഗമാണ്. അപ്പോൾ അവരൊന്നിച്ച് നിൽക്കുന്ന കാലത്തോളം കേരളത്തെ ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല, വർഗീയവൽക്കരിക്കാനും വർഗീയവാദികൾക്ക് ഇവിടെ വളവ് കൊയ്യാനും ഒരിക്കലും കഴിയില്ല. അപ്പോൾ ഇവിടുത്തെ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ഡിവൈഡ് ചെയ്യണം. അതേപോലെ തന്നെ ഇവിടെയുള്ള ഈ ഹൈന്ദവ സമൂഹത്തിൽ പ്രത്യേകിച്ച് ഈഴവരെന്ത് ചെയ്യണം, ഇതിൽ നിന്ന് അകറ്റി കൊണ്ടുപോകണം. അങ്ങനെ ഇത് ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളെ, പിന്നോക്ക വിഭാഗങ്ങളെ ശിഥിലീകരിക്കുക എന്നുള്ള നേരത്തെയുള്ള പ്രോജക്റ്റിൻ്റെ ഭാഗമായിക്കൊണ്ട് നടപ്പാക്കുന്ന പ്രസ്താവനകളാണ് ഇതൊക്കെ. കാരണം ഇദ്ദേഹം ഇതിന് മുമ്പ് എന്ത് ചെയ്തിട്ടുണ്ട്, സമാനമായ ഒരുപാട് പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. മാൻഹോളിലെ നൗഷാദിൻ്റെ വിഷയം, അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അതിൻ്റെ തുടർച്ചയായിട്ട് മാത്രമേ നമ്മൾ തന്നെ കാണുള്ളൂ. ഈ BDJs എന്ന് പറയുന്ന ആ സംവിധാനം ഉണ്ടാക്കിയതൊക്കെ എന്താണ്, ഇതിൻ്റെ ഒരു പ്രോജക്റ്റ് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ്, സംശയമൊന്നുമില്ല. അപ്പോൾ നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ആ ഒരു പ്രൊജക്റ്റ് വിജയിക്കാതിരിക്കാൻ ഇവിടെയുള്ള ആരെ തമ്മിലാണോ തെറ്റിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ സമുദായത്തിലെ സാധാരണക്കാരെയാണ് ഉദ്ദേശിക്കുന്നത്. ഈ നാട് നിലനിൽക്കണം, സമാധാനം നിലനിൽക്കണം, ഒന്നിച്ചു പോകണം എന്നാഗ്രഹിക്കുന്ന ആളുകൾ അതിലെ ചതിക്കുഴി മനസ്സിലാക്കിക്കൊണ്ട് നിലപാട് സ്വീകരിക്കുക എന്നുള്ളതാണ് ഇതിൽ കരണീയമായിട്ടുള്ളത്. അതാണ് ഇതിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. അപ്പോൾ അതിൽ ഇവിടെ എനിക്ക് സന്തോഷം ഉണ്ടായൊരു കാര്യം എന്താ വെച്ചാൽ, ഫേസ്ബുക്ക് നോക്കിയപ്പോൾ ഈ ഒരു നിലപാടിലേക്ക് ആളുകൾ ചിന്തിച്ച് തുടങ്ങുന്നുണ്ട് എന്നുള്ളതിന് ഒരുപാട് തെളിവുകൾ നമ്മൾ കാണുന്നുണ്ട്. അതിലൊന്ന്, ഇപ്പോൾ ഒരാളുടെ ഫേസ്ബുക്ക് പോസ്റ്റാണിത്. എൻ്റെ പേര് നിതീഷ് എന്നാണ്. ഞാൻ പഠിച്ചത് ഏറനാട് മുസ്ലിം എഡ്യൂക്കേഷൻ അസോസിയേഷൻ കോളേജിലാണ്. സാധാരണ EMEA കോളേജ് കൊണ്ടോട്ടി എന്നാണ് ഞങ്ങൾ പറയാറ്. ഇപ്പോൾ ഇത്തിരി നീട്ടി പറഞ്ഞത് അതിലെ ആ മുസ്ലിം നിങ്ങൾക്കൊന്ന് മനസ്സിലാവട്ടെ എന്ന് വെച്ചാണ്. ഇത് വെള്ളാപ്പള്ളിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് എഴുതിയൊരു പോസ്റ്റ്, അതിൻ്റെ പകുതി ഭാഗത്തുനിന്നാണ് ഞാൻ വായിക്കുന്നത്. പഠിച്ച സ്കൂളുകളും അങ്ങനെയൊക്കെ തന്നെ, അവിടെ പഠിപ്പിച്ചവരുടെ ലിസ്റ്റും ഞാൻ വേണമെങ്കിൽ കൊടുത്തുവിടാം. ഒരു സമുദായത്തിലോ മതത്തിലോ മാത്രം പെട്ടവരല്ല അവരൊന്നും. താങ്കളുടെ കീഴിലുള്ള സ്ഥാപനങ്ങളിൽ പഠിപ്പിക്കപ്പെടുന്നവരുടെ ഒരു ലിസ്റ്റ് താങ്കൾ പുറത്തുവിടുമോ? അവിടെ എത്ര അന്യമതസ്ഥരുണ്ട് എന്ന് നാടറിയട്ടെ. താങ്കൾ പറഞ്ഞ പോലെ ഒരു ശ്വാസം മുട്ടലും ഇവിടെ ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നില്ല. മറ്റെവിടെയുള്ളതിനേക്കാളും നല്ല ഒന്നാന്തര ശുദ്ധവായു ഇവിടെ കിട്ടും. അത് ഈ നാടിൻ്റെ ഉറപ്പാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ ശിഷ്ടകാലം ഇവിടെ താമസിച്ചുകൊള്ളൂ.
സംഘടനയുടെ വളർച്ചയ്ക്ക് അത് ഉപകാരപ്പെടും. പ്രായം കുറേ ആയില്ല, ഇനിയെങ്കിലും മനസ്സിലെ വിദ്വേഷവും വെറുപ്പും ഒക്കെ മാറ്റിവെച്ച് ഒന്ന് മനുഷ്യനായി ചിന്തിക്കണമെന്നൊരു അഭ്യർത്ഥനയുണ്ട്. അങ്ങനെ തുടർന്നു പോവുകയാണത്. അപ്പോൾ ഇതുപോലെ വേറൊന്ന് കണ്ടതെന്ന് വെച്ചാൽ വേറൊരു രാജിക്കത്ത് കണ്ടു. അതായത് ഇദ്ദേഹത്തിൻ്റെ സമുദായത്തിൽ തന്നെ അതിൻ്റെ ഒരു ശാഖയുടെ ഒരു ചെയർമാൻ, അദ്ദേഹത്തിൻ്റെ SNDPയുടെ അദ്ദേഹത്തിൻ്റെ പേര് സന്തോഷ് എന്നാണ്. അദ്ദേഹം ഒരു രാജിക്കത്ത് അദ്ദേഹം ഫേസ്ബുക്കിൽ തന്നെ ഇട്ടതാണ്. അതിൽ അദ്ദേഹം പറഞ്ഞ സബ്ജക്റ്റ് ഇതാണ്: നമ്മുടെ ശാഖയുടെ ചെയർമാൻ എന്ന പദവിയിൽ നിന്ന് ഞാൻ അടിയന്തിരമായി രാജിവെക്കുന്ന വിവരം അങ്ങേ ഇതിനാൽ അറിയിച്ചു കൊള്ളുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇതിൽ കാരണമായിട്ട് പറയുന്നത്, ഇന്ന് ഈ സംഘടനയെ നയിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ ജാതി മത വർഗീയ ചിന്തകൾ മനുഷ്യരുടെ ഇടയിൽ പ്രചരിപ്പിക്കുമ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ എന്താണ് ഈ സമൂഹത്തിന് നൽകിയതോ അതിന് വിപരീതമായാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പ്രവർത്തിക്കുന്നത് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എന്നാണ് അതിൻ്റെ ഒരു മർമ്മഭാഗം പറയുന്നത്. അപ്പോൾ ഇത് നമ്മുടെ കേരളത്തിലെ ഒരു ഈ ഒരു പ്രതികരണങ്ങളാണ് യഥാർത്ഥത്തിൽ ഉണ്ടായി വരുന്നത്. അതിൻ്റെ ഒന്ന് രണ്ട് സൂചനകൾ ഇതേപോലെ സമാനമായ വേറെയും കുറേ ഉണ്ട്. അതായത് ഈ വിഷയത്തിൽ മുസ്ലിങ്ങളെയും ഈഴവരെയും തമ്മിൽ ഭിന്നിപ്പിക്കാനും ചളിവാരി എറിയാനും അത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കോലം കത്തിക്കാനും കുഴപ്പമുണ്ടാക്കാനും ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അത് നടക്കാൻ പാടില്ല എന്നുള്ളത് ഇവിടുത്തെ മുസ്ലിങ്ങൾ തീരുമാനിച്ചാൽ മതി. അപ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഇവിടെ മുസ്ലിങ്ങളല്ല ഇതിന് മറുപടി പറയേണ്ടത്. മുസ്ലിങ്ങളോ മുസ്ലിം നേതാക്കന്മാരോ മുസ്ലിം സംഘടനകളോ അല്ല എന്ത് യഥാർത്ഥത്തിൽ ഇതിന് മറുപടി പറയേണ്ടത്. ഇതിനങ്ങനെ മറുപടി പറയേണ്ട ഒരു ക്രക്സ് ഒന്നും ഇതിലില്ല. അത് വേറൊരു വിഷയമാണ്. കാരണം ഇവിടെ എല്ലാവരും ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഇവിടെ എന്താണ് നടക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ അവരുടെ അനുയായികൾ തന്നെ അപ്പോൾ ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അദ്ദേഹം ആണ് പറഞ്ഞു കഴിഞ്ഞാൽ ഈഴവ കമ്മ്യൂണിറ്റി മൊത്തം അദ്ദേഹം പറയുന്നതിൻ്റെ ഒപ്പം നിൽക്കും എന്ന ഒരു തെറ്റിദ്ധാരണ നമ്മൾ മാറ്റണം. അതിൻ്റെ തെളിവാണ് ഞാനീ പറഞ്ഞത്. ഇതിന് നേരെ വിപരീതമായിട്ട് എന്തുണ്ട്, ഈ പോക്ക് ശരിയല്ല എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഈഴവ കമ്മ്യൂണിറ്റിയിൽ ധാരാളം. നമുക്കൊക്കെ പരിചയമുള്ള എത്ര മനുഷ്യന്മാരുണ്ട്, എത്ര നല്ല മനുഷ്യന്മാരാണ്. നമ്മളൊക്കെ നമ്മളെ കേരളം എന്ന് പറയുന്നത് ഉത്തരേന്ത്യ അല്ല. ഇവരെന്തായാലും മനസ്സിലാക്കാത്തത്, ഇവിടെ ഓരോരുത്തരും പുട്ടിന് തേങ്ങട്ട പോലെയാണ് ഇവിടെ ജീവിക്കുന്നത്. അവിടെ മുസ്ലിമാണെങ്കിൽ ഇവിടെ ഹിന്ദു, ഇവിടെ ക്രിസ്ത്യാനി, മറ്റൊരു ഈഴവൻ, ഇങ്ങനെ ബന്ധപ്പെട്ട് ഒരു ദിവസം നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ എല്ലാവരും തമ്മിൽ ഏതെങ്കിലും നിലക്കൊന്ന് ബന്ധപ്പെടാതെ വൈകുന്നേരം വീട്ടിൽ കയറാൻ കഴിയില്ല. അങ്ങനെ ജീവിക്കുന്നൊരു കമ്മ്യൂണിറ്റിയാണ്. ഈ കമ്മ്യൂണിറ്റിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ കുറച്ച് നേതാക്കന്മാർ വന്ന് എന്തെങ്കിലും നമ്മൾ പറഞ്ഞു പോയാൽ അതിനനുസരിച്ച് പിറ്റേ ദിവസം എല്ലാവരും കൂടെ സെറ്റാവും എന്നുള്ളത് എന്ത് ചെയ്യേണ്ട, ഒരിക്കലും ഒരു വ്യാമോഹം ആർക്കും വേണ്ട. അതിവിടെ നടക്കില്ല. അതിൻ്റെ തെളിവാണ് ഞാനീ പറഞ്ഞത്. അപ്പോൾ ഞാൻ പറയുന്ന കാര്യം എന്താ വെച്ചാൽ, ഇത് ശരിക്ക് ഇങ്ങനത്തെ സംഗതികൾ ചർച്ചകൾ ഇങ്ങനെ ടൈം ലൈനിൽ ഇങ്ങനെ നിൽക്കുക എന്നുള്ളത് അത് നമ്മുടെ സമൂഹത്തിൻ്റെ ആരോഗ്യത്തിന് സൗഹാർദ്ദത്തിന് പ്രയാസം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ അതിനെ അവഗണിക്കണമെന്ന് ചോദിച്ചാൽ മുസ്ലിം കമ്മ്യൂണിറ്റി അതിനെ അവഗണിക്കണം എന്നെ അഭിപ്രായം. മുസ്ലിം കമ്മ്യൂണിറ്റി അതിനെ അവഗണിക്കണം. അതിൽ വലിയ നിരീക്ഷണത്തിനും അഭിപ്രായത്തിനും അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദത്തിനും പോകാതിരിക്കുക. എന്നാൽ ഇത് ഏതൊരു കമ്മ്യൂണിറ്റിയിൽ നിന്നാണോ ഇത് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ അനുയായികളും അതിൽ ബോധമുള്ളവരും അതിൽ ചിന്തയുള്ളവരും ഒക്കെ ഉള്ള ആൾക്കാരുണ്ടാവില്ല. അവരിതിനെതിരെ രംഗത്ത് വരണം. അതാണ് ഈ നാടിനോട് ഇഷ്ടമുണ്ടെങ്കിൽ സ്നേഹമുണ്ടെങ്കിൽ അവരൊക്കെ ചെയ്യണം. അത് രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലിവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്കൊന്നുണ്ട് പങ്കുണ്ട്. ഇപ്പോൾ മുസ്ലിം ലീഗിനെ പറ്റിയാണ് രണ്ടാമത് അദ്ദേഹം ഇത് വിശദീകരിച്ചപ്പോൾ പിന്നെ രണ്ടാമത് നേർക്കുനേരെ ശത്രുവാക്കിയത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചാണ്. അപ്പോൾ അത് പിന്നെ സാദിഖ് അലി തങ്ങളെ ഒരു കോലം കത്തിക്കുന്ന അവസ്ഥ വരെ എവിടെയോ കണ്ടു, എവിടെയോ ഒരു സ്ഥലത്ത്. യഥാർത്ഥത്തിൽ അതൊന്നും സാധാരണ സംഭവിക്കാത്ത കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ വളരെ ബോധപൂർവം ചെയ്യുകയാണ്. അതിൻ്റെ കെണി ലീഗ് മനസ്സിലാക്കിയിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ ഒരു കെണിയിൽ തലവെച്ച് കൊടുക്കേണ്ടതില്ല എന്നുള്ളത്. അപ്പം ഇതിന് മുസ്ലിം ലീഗും അല്ല മറുപടി പറയേണ്ടത്, മുസ്ലിം കമ്മ്യൂണിറ്റി അല്ല മറുപടി പറയേണ്ടത്. ഇതിന് മറുപടി പറയേണ്ടത് ആരാന്ന് വെച്ചാൽ ഇതിന് ഈ സമുദായത്തിൽപ്പെട്ട ആളുകളും അതേപോലെ തന്നെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടിയുടെ ലീഡേഴ്സൊക്കെ ഈ വിഷയത്തെ എന്ത് ചെയ്യേണ്ടതുണ്ട്, ശരിക്കും കൈകാര്യം ചെയ്തു പോകണം. അങ്ങനെ ഒരു വിദ്വേഷം ഉണ്ടാക്കുന്ന ഒരു സമീപനം ഒരിക്കലും പാടില്ല എന്നുള്ളത് തന്നെയാണ് ഇവിടെ വേണ്ടത്. ഇവിടെ ഇപ്പോൾ നേരത്തെ ഈ CK പത്മനാഭൻ ഉണ്ടല്ലോ BJPയുടെ, അദ്ദേഹവുമായിട്ട് കുറച്ച് മുമ്പ്, ഒരു വർഷം മുമ്പ് തോന്നുന്നുണ്ട്, ഒരു അഭിമുഖം നടത്തിയിരുന്നു. മീഡിയ വൺ തോന്നുന്നുണ്ട്, പ്രമോദ് രാമൻ മീഡിയ വൺ അവരുടെ സ്ഥാനാർത്ഥിയൊക്കെ ആയിട്ട്. അതാ സമയത്ത് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ അത് രണ്ടാമത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഫേസ്ബുക്കിൽ. അപ്പോൾ അദ്ദേഹം വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അതായത് മലപ്പുറത്തെ ആളുകൾ എന്ന് പറഞ്ഞാൽ അത് സ്നേഹിക്കാൻ അറിയുന്ന ആളുകളാണ്. എൻ്റെ അനുഭവം അതാണ്. അത് ഏതുവരെ പറഞ്ഞു വെച്ചാൽ മലപ്പുറം ജില്ല രൂപീകരിക്കുന്ന സമയത്ത് അതിനെതിരിൽ സമരം ചെയ്ത് ജയിലിൽ പോയ ആളാണ് ഞാൻ. അങ്ങനെ സമരം ചെയ്ത് ജയിലിൽ പോയ ആൾ മലപ്പുറം ജില്ലയിൽ ജീവിച്ചും ഇവിടുത്തെ ആളുകളെയും കണ്ടും പരിചയപ്പെട്ടിട്ടും അവരുടെ തന്നെ വക്താവ് പറയണത് ഇവരൊരിക്കലും വിദ്വേഷം പ്രചരിപ്പിക്കുന്ന ആളുകളാണ്. അപ്പോൾ വളരെ കറക്റ്റാണ്, ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ അത് ആ നിലയ്ക്ക് തന്നെയാണ് വരേണ്ടത്. പിന്നെ സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും.
അതിനോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതാണ് ഇതിൽ പ്രധാനം. അതാണ് നമ്മളതിലും നമ്മുടെ പ്രതികരണത്തിലെ മാന്യത കൊണ്ട് ഇതിന് മറുപടി പറയണമെന്ന് എൻ്റെ അഭിപ്രായം. അതായത് ഈ പറയുന്നതിനൊക്കെ നമ്മുടെ പ്രതികരണത്തിലെ മാന്യത കൊണ്ട് എന്ത് ചെയ്യണം, അത് മറുപടി വേണം. പിന്നെ അദ്ദേഹം ചെയ്യണത് എന്താ വെച്ചാൽ സ്വന്തം കഴിവുകൾ മറച്ചു വെക്കുകയാണ്. കാരണം അദ്ദേഹത്തിന് ഇവിടെ പിന്നെ അദ്ദേഹത്തിൻ്റെ സമുദായത്തിന് അദ്ദേഹത്തിൻ്റെ സംഘടന ചെയ്തു കൊടുക്കേണ്ട കുറേ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടില്ല. ആ പറ്റാത്തതിന് വേറെയുള്ള ആളുകളുടെ മറച്ചു വെക്കാൻ വേണ്ടിങ്ങാണ്ട് സംസാരിക്കുന്നു എന്നല്ലാതെ അതിൽ വേറൊന്നുമില്ല. പിന്നെ ഇതൊരു പൊളിറ്റിക്കൽ ഡിവിഡൻഡ് പ്രതീക്ഷിച്ച് ഇത്തരം പ്രഭാഷണങ്ങളെ കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് മൗനം ദീക്ഷിച്ചു പോകുന്നൊരു സമീപനം മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്ക് ഏതായാലും എന്തല്ല യോജിച്ചതല്ല. അതവർ കൃത്യമായിട്ട് എന്ത് ചെയ്യേണ്ടതുണ്ട്, കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. ഏതായിരുന്നാലും പെട്ടെന്ന് കേരളത്തെ വർഗീയവൽക്കരിക്കാൻ ഇവിടെ ഒരാൾക്കും കഴിയില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് ഫേസ്ബുക്കിലും അതുപോലെയുള്ള സംവിധാനത്തിലും ഓൺലൈനിലും ഇങ്ങനെ ചർച്ച വരുന്നിടത്തൊക്കെ എന്ത് ചെയ്യും, ഭയങ്കരമായിട്ട് ഇത് കത്തും, അതിൻ്റെ കമൻറ്റ് ബോക്സിലും കത്തും. എന്നാൽ യാഥാർത്ഥ്യ ലോകത്തിലേക്ക് വരുമ്പോൾ അത് അത്ര എന്ത് ചെയ്യില്ല, കത്തൂല. അത് എത്ര കത്തിച്ചാലും എന്ത് ചെയ്യില്ല, കത്തൂല. അത് അങ്ങനെ തന്നെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ മറുപടി എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ മലപ്പുറത്തെ പറ്റി ഇങ്ങനെ പറയുന്നതോടുകൂടി ഒരുപാട് ആളുകൾ ഇപ്പോൾ മലപ്പുറത്തിൻ്റെ നന്മകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ആ നന്മകൾ പ്രചരിക്കാനൊരു കാരണമായി മാറുക. അത് ആളുകൾ എന്ത് ചെയ്യും, അതിപ്പോൾ വെറുതെ ഇരുന്ന് കണ്ട് മലപ്പുറം അങ്ങനെയാണ് നല്ലതാണെന്ന് കണ്ട് പറയാൻ പറ്റില്ലല്ലോ. അതിനൊരു ഇൻപുട്ട് വരുമ്പോഴാണ് എന്ത് ചെയ്യുക, അതിൻ്റെ മറുപടി അതെങ്ങനെയാണല്ലേ. പിന്നെ ഈ പ്രചരിപ്പിച്ചതിൻ്റെ ഒക്കെ ഒരു പിന്നെ പൊട്ടത്തരം എത്രത്തോളം ഉണ്ട്, അതിൻ്റെ പിന്നെ അയാൾ പറഞ്ഞതിന് എത്രത്തോളം ബേസില്ലായ്മ ഉണ്ട് എന്നുള്ളതൊക്കെ മനുഷ്യന്മാർക്ക് മനസ്സിലാകാനും കൃത്യമായിട്ട് ഡാറ്റ കിട്ടാനും അതുപോലെ ഇവിടെ മുസ്ലിം കമ്മ്യൂണിറ്റി ഇവിടെ പിന്നെ അനർഹമായിട്ടൊന്നും നേടുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം ജനങ്ങൾക്കിടയിൽ വരാനും അങ്ങനെ കുറേ ഇതിന് മറുപടികൾ വരുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇവിടെ പ്രചരിക്കാനൊരു അവസരമായിട്ട് ഇത് മാറുന്നുള്ളതാണ്. പിന്നെ എന്തായിരുന്നാലും ഇതൊക്കെ ഭരണകൂടങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ചർച്ചകളൊക്കെ നടക്കുമ്പോൾ എന്ത് ചെയ്യും, അവരെ സാരമായി ബാധിക്കുന്ന വിഷയങ്ങൾ മറച്ചു പിടിക്കാൻ ഇതൊക്കെ കാരണമാകുന്നു മാത്രം. ഇതെന്ന് വെച്ചാൽ ഇതൊരു ചരിത്രത്തെക്കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ പിന്നെയും പറയാം. പണ്ട് ഇങ്ങനെ നടന്നത്, ഇപ്പം ഇവിടെ മലപ്പുറത്തും ആൾക്കാർ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്തെക്കുറിച്ചാണ് ഈ പറഞ്ഞത് എന്നുള്ളതാണ്. അതെ അതെ ഇതിൽ പിന്നെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് പക്ഷേ നമ്മൾ വേറെ ഏതെങ്കിലും ഒരു ജില്ലയിൽ നിന്നുകൊണ്ടല്ല ഒപ്പം ഇത് പറയുന്നത്, മലപ്പുറത്തേക്ക് വന്നുകൊണ്ട് മലപ്പുറത്തെക്കുറിച്ച് സംസാരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു രാഷ്ട്രീയ ലക്ഷ്യം എന്തായിരിക്കും എന്നുള്ളതാണ്. കേരളത്തിൽ ഒരു വലിയ സോഷ്യൽ എൻജിനീയറിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് രണ്ട് ആയുധങ്ങളാണ് PC യും വെള്ളാപ്പള്ളിയും. അവരെ കൃത്യമായിട്ട് ഏൽപ്പിച്ചിട്ടുള്ള ചില ദൗത്യങ്ങളുണ്ട്. ആ ദൗത്യം അവർ നിർവഹിക്കാൻ ശ്രമിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്നത്. കേരളത്തെ നമുക്ക് നോക്കിയാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വലിയൊരു വ്യത്യാസം എന്താ വെച്ചാൽ, ഇവിടെ ഇപ്പോൾ ഇപ്പോൾ ഇവിടെ രണ്ട് മുന്നണികൾക്കിടയിലാണ് ഇവിടുത്തെ ജനങ്ങൾ വിഭജിക്കപ്പെട്ട് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ മൂന്നാം മുന്നണിക്ക് ക്ലച്ച് പിടിക്കാൻ ഒരുപാട് പരിമിതികൾ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. എന്നാൽ ഈ മുന്നണികളിൽ വിഭജിക്കപ്പെട്ട് കിടക്കുമ്പോൾ തന്നെ അത് രാഷ്ട്രീയാതീതമായിട്ട് ഇവിടുത്തെ ആളുകൾ തമ്മിൽ ബന്ധമുണ്ട്. ഞാനും അഷ്റഫിക്ക് രണ്ട് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും ഞങ്ങൾ സംബന്ധിച്ചുള്ള വോട്ടിങ്ങിൻ്റെ സമയത്ത് മാത്രമേ ഈ വിഷയമുള്ളൂ. അതിനപ്പുറം പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ കച്ചവടത്തിലോ അല്ലെങ്കിൽ മറ്റെന്ത് കാര്യങ്ങളിലും സഹകരിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല. മതാതീതമായിട്ടും ഇത്തരത്തിലുള്ള സൗഹൃദങ്ങൾ നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. സ്വാഭാവികമായും ഇത് രണ്ടും തകർക്കാതെ ഇതിനകത്തേക്ക് കയറാൻ പറ്റില്ല. കാരണം അത്തരമൊരു രാഷ്ട്രീയത്തെയാണ് ഇവിടെ BJP പോലെയുള്ളവർക്ക് ഒരു കളമൊരുക്കി കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ഇത്തരത്തിൽ ഒരു വിള്ളൽ എങ്ങനെ വീഴ്ത്താം എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാം, വെള്ളാപ്പള്ളി ഇപ്പോൾ തെക്ക് ഭാഗത്ത് അദ്ദേഹം ഇപ്പോൾ ഈ കഴിഞ്ഞ PC വളരെ ശക്തമായിട്ട് വിമർശിച്ചു. എത്രത്തോളം പറഞ്ഞു, സ്വന്തം വീട്ടിലേക്ക് നോക്ക്, അവിടെ എന്താണ് ലവ് ജിഹാദിലെ ക്രിസ്ത്യാനികളെ വിമർശിച്ചു, കൺവേർഷൻ്റെ പേരിൽ വിമർശിച്ചു. അപ്പോൾ നമുക്ക് തോന്നും അദ്ദേഹം എല്ലാത്തിനെയും വിമർശിക്കുന്ന, നമ്മൾ സാധാരണ ഈ പേപ്പട്ടികളുണ്ടല്ലോ, അങ്ങനെ ഓടുന്ന വഴിക്ക് സകല ആളെയും കടിക്കുക എന്ന് പറയുന്ന പോലെ അങ്ങനെയാണോ എന്ന് തോന്നും. അല്ല, യഥാർത്ഥത്തിൽ അവിടെ ഒരു പോളറൈസേഷൻ ആവശ്യമുണ്ട്. അവിടെ ക്രിസ്ത്യാനികളും ഈഴവരും തമ്മിലും ഒരു സ്പ്ലിറ്റ് ഉണ്ടാവേണ്ടതുണ്ട്. അതവിടെ ഉണ്ടാക്കണം. ഇവിടെ ആകട്ടെ, ഇവിടെ മുസ്ലിങ്ങളും ഈഴവരും തമ്മിലൊരു സ്പ്ലിറ്റ് ഉണ്ടാകേണ്ടതുണ്ട്. PC ജോർജ് എങ്ങനെയാണോ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിലൊരു സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ പോകുന്നത്, ഇതേപോലെ തന്നെയുള്ളൊരു സ്പ്ലിറ്റ്. കാരണം ഇവിടെ നമുക്ക് നോക്കി, അപ്പോൾ മലപ്പുറം ജില്ലയുടെ ഒരു സാഹചര്യം നോക്കൂ, രാഷ്ട്രീയ സാഹചര്യം. ഇവിടെ ലീഗിന് ഒരു അപ്രമാദിത്വമുണ്ട്. ഇപ്പോൾ ലീഗ് ഇവിടെ ഭൂരിപക്ഷം സീറ്റുകളിലും
ലീഗാണ് ജയിക്കുന്നത്. നമുക്കറിയാം ആ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഒരു 33% മുസ്ലിം ജനസംഖ്യ, പോപ്പുലേഷൻ 50% തീരുന്നൊരു ഇത് വലിയൊരു ഇത്. അപ്പോൾ ഇത്രയും ഇതിനകത്ത് ബാക്കി ചിലരുടെ കൂടെ പിന്തുണ കൊണ്ട് തന്നെയാണ് മുസ്ലിങ്ങളവിടെ ജയിക്കുന്നത്. ഇവിടെ ആരായിരിക്കും മുസ്ലിങ്ങളെ പിന്തുണയ്ക്കുന്നത്? ഇപ്പോൾ കോൺഗ്രസ് എന്ന് പറയുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചോളം അതിനകത്ത് ഉള്ള ഹിന്ദുക്കളും ക്രിസ്ത്യാനികളൊക്കെ ആളുകൾ എന്ത് ചെയ്യണം? പിന്തുണക്കണം. ഇവിടെ എന്ത് സംഭവിക്കണം? ലീഗ് ഇവിടെ തോൽക്കണമെന്നുണ്ടെങ്കിൽ, ലീഗ് പരാജയപ്പെടണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന വിഭാഗങ്ങൾ ഭിന്നിപ്പിക്കാൻ പറ്റണം. ഇതിലേക്കുള്ള ഒരു അത് ഈഴവരെ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഈ ലീഗിനെ പിന്തുണയ്ക്കാൻ പാടില്ല എന്ന് പരോക്ഷമായിട്ട് ലീഗിനെ മാത്രമല്ല കോൺഗ്രസിനെ ശരിക്കും അതാണ് UDF-നെ തന്നെയാണത്. അപ്പോൾ അതിലേക്ക് എത്തുക അങ്ങനെയാണല്ലോ. അപ്പോൾ ആ രീതിയിൽ ഒരു പരോക്ഷമായിട്ടുള്ള ഒരു സൂചന കൊടുക്കുകയാണ്. അപ്പോൾ ഇലക്ഷൻ വരാൻ എന്താണ് പോവുകയാണ്. ഇതിനോട് ചേർത്ത് വെച്ച് വായിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഈ കഴിഞ്ഞ ഇലക്ഷനിൽ ഈ മലപ്പുറം ജില്ലയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ വെച്ചുള്ള പരീക്ഷണം നടത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ അബ്ദുറഹ്മാൻ, ഇവൻ അൻവർ, പിന്നെ നമ്മുടെ ഇവൻ നേരത്തെ ജലീൽ, ഇവിടെ പെരിന്തൽമണ്ണയിൽ മുസ്തഫ, ഈ പരീക്ഷണമൊക്കെ നടന്നു. ഇതിൽ 3 പരീക്ഷണങ്ങളും വിജയിച്ചു. ഇവിടെ പെരിന്തൽമണ്ണയിൽ പോലും സംഭവിച്ചത് ഒരു 38 വോട്ടിനാണ് ഇന്ന്. ഇത് നമ്മളൊരു പക്ഷേ പഠിക്കേണ്ടതുണ്ടെന്ന് പറയുന്നത്. കൃത്യമായ ചില ആസൂത്രണങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ പരീക്ഷണം നടന്നിട്ടുള്ളത്. ഇവിടെ ഈ വോട്ടിംഗ് പാറ്റേണിൽ ഉണ്ടായിട്ടുള്ള മാറ്റത്തിൻ്റെ പിറകിൽ ചെറിയ രീതിയിൽ ഇങ്ങനത്തെ ചില ഘടകങ്ങൾ പ്രവർത്തിക്കാൻ വേണ്ടിയുള്ള ഗൂഢശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. അത് വിജയിച്ചതിൻ്റെ കൂടെയാണ്. അതുകൊണ്ട് തന്നെ അടുത്ത ഇലക്ഷനിൽ ഒരുപക്ഷെ സമാനമായ പരീക്ഷണങ്ങൾ ഇനിയും സംഭവിക്കാം. ഇപ്പോൾ തെക്ക് ഇതേപോലെ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം അവിടെ എന്തുകൊണ്ടാണ് വെള്ളാപ്പള്ളി PC-ക്ക് എഗെയിൻസ്റ്റ് ആകുന്നത്. അവിടെ ഇപ്പോൾ പൊതുവേ LDF-ൻ്റെ വോട്ട് ബാങ്കാണ് ഈഴവർ. അപ്പോൾ അവിടെ ക്രിസ്ത്യാനികളെ പൂർണ്ണമായിട്ട് എന്ത് ചെയ്യുക, അങ്ങോട്ട് മാറ്റുക. അവരുടെ സുരക്ഷിതത്വം ഇപ്പോൾ BJP ഏതാണ്ട് ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ അവരിരുന്ന് എന്ത് ചെയ്യണം, അങ്ങോട്ടും പോകണം. അപ്പോൾ കേരളത്തിൽ മുഴുവൻ സമുദായങ്ങളും വ്യത്യസ്ത ഉപഘടകങ്ങളായി മാറുകയും പരസ്പരം തമ്മിൽ തെല്ലുന്ന, പരസ്പരം വിരോധം വെച്ച് പുലർത്തുന്ന, പരസ്പരം ശത്രുക്കളായി കാണുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കുക. നോർത്തിലൊക്കെ എങ്ങനെയാണോ ഇതേപോലെ തന്നെയുള്ള ഒരു കലുഷമായിട്ടുള്ള അന്തരീക്ഷത്തിലേക്ക് കേരളത്തെ കൊണ്ടുപോകുക എന്നുള്ളത് ഇത് ഗൗരവമുള്ള ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ സുപ്രീം കോടതിയുടെ ഒരു നിരീക്ഷണം, ഈ ഹെയ്റ്റ് സ്പീച്ചുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയുടെ ഒരു നിരീക്ഷണം എന്താ വെച്ചാൽ, സ്റ്റേറ്റുകൾ ഇമ്പോർട്ടൻ്റ് ആവുന്നതുകൊണ്ടാണ് ഹെയ്റ്റ് സ്പീച്ച് വർദ്ധിക്കുന്നത്, നിഷ്ക്രിയരാകുന്നതുകൊണ്ട് അല്ലെങ്കിൽ പ്രവർത്തിക്കേണ്ട വിധത്തിൽ പ്രവർത്തിക്കാത്തത് കൊണ്ടാണ്. അതിവിടെ വളരെ വ്യക്തമാണ്. ഇപ്പം മക്തൂബിനെതിരെ കേസെടുക്കും, ഏതെങ്കിലും ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടാൽ കേസെടുക്കും, NIA NRC സമരം നടത്തിയാൽ എന്ത് ചെയ്യും, പോസ്റ്റ് എടുക്കും. എന്തിന് ഞെളിയൻ പറമ്പിൽ മറ്റേ ഞങ്ങൾക്ക് മൂക്കുപൊത്തി നടക്കണം എന്ന് പറഞ്ഞാൽ അവരെന്ത് ചെയ്യും, കേസെടുക്കും. പക്ഷെ അതിനേക്കാളൊക്കെ മൂക്ക് മാത്രമല്ല നമ്മുടെ ഹൃദയം പോലും മാറ്റിവെച്ച് നടക്കേണ്ടി വരുന്ന ഇത്ര വിഷലിപ്തമായിട്ടുള്ള പ്രചരണങ്ങൾ, ഇതിൽ വളരെ അവധാനതയോടുള്ളൊരു സമീപനം സ്വീകരിക്കുക. നേരത്തെ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ഒരു ഇത് സംഭവിക്കരുത് എന്നുണ്ടെങ്കിൽ എന്തായാലും സർക്കാർ കൃത്യമായിട്ട് ഇടപെടണം. നമുക്കറിയാം BJPയുടെ ഒരു വോട്ട് ബാങ്ക് കേരളത്തിൽ വർദ്ധിച്ചു എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്. ആരാണ് അവർക്ക് വോട്ട് ചെയ്തത്, എന്തുകൊണ്ടാണ് ഈ വോട്ടിംഗ് ശതമാനം വർദ്ധിച്ചത്? അതിൻ്റെ പിറകിൽ ഈ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് ഉണ്ട്. ഇതിനെ ശക്തമായ തോതിൽ നേരത്തെ പറഞ്ഞ പോലെ മുൻനിരയിൽ നിൽക്കുന്ന രാഷ്ട്രീയ കക്ഷികൾ മനസ്സിലാക്കി തന്നെ ഇടപെട്ടിട്ടില്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചോളം ഇത് ഒരു വലിയ അപകടത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. ഇതിൽ പിന്നെ ഇങ്ങനെ ഒരു സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് SNDP-യുടെ ശ്രീനാരായണ ഗുരുവിൻ്റെയൊക്കെ ഒരു പിന്നെ ബാക്കിയായിട്ട് വരുന്ന ആൾക്കാരെന്ന് പറയുമ്പം അവരൊരു പരിഷ്കരണ പ്രസ്ഥാനമായിട്ട് അല്ലെങ്കിൽ നവോത്ഥാന പ്രസ്ഥാനമായിട്ടൊക്കെയാണല്ലോ വന്നിട്ടുള്ളത്. ഇത് നമ്മളെന്താ പറയുക, വളരെ സിമ്പിളാണ്. ഇത് PC-യെ ഒരിക്കലും നമ്മൾ ക്രിസ്ത്യാനിയായിട്ട് കാണേണ്ട ആവശ്യമില്ല. വെള്ളാപ്പള്ളിയെ നമ്മൾ ഹിന്ദുവായിട്ടോ ഇവൻ ഈഴവനായിട്ട് പോലും കാണേണ്ട ആവശ്യമില്ല. അവർക്ക് അവരുടെ പേഴ്സണൽ അതെ ഞാൻ പറഞ്ഞ ഈഴവർ പരാജയപ്പെട്ടുകൊണ്ടിരിക്കാനാണ്. അവർക്ക് നേതാവില്ല ഇപ്പോൾ. അവരുടെ സാധാരണക്കാരന്റെ കൺസേൺ വളരെ വ്യക്തിപരമായ ചില താല്പര്യങ്ങൾക്കും നേട്ടങ്ങൾക്കും വേണ്ടി 10-30 കൊല്ലമായിട്ടൊരു കടൽക്കിഴവനെ പോലെ ഈ SNDP-യുടെ മുകളിൽ ഇരുന്നുകൊണ്ട് തൻ്റേതായ താല്പര്യങ്ങൾ മറ്റേ എന്താ പറയുക നടപ്പാക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. എന്തിനാണ് ഇപ്പം അദ്ദേഹം പലരുടെയും വാല് അമ്മിക്കല്ലിൻ്റെ അടിയിലാണ്.
ഇതാണല്ലോ ഇവിടുത്തെ പ്രശ്നം. ഇപ്പോൾ CPM പോലും കുടുങ്ങി കിടക്കണം, നമുക്കൊക്കെ അറിയാം. അവരുടെയും ചില വാല് അമ്പിക്കലിൻ്റെ ഉള്ളിലാണ്. ഇതേപോലെ ശരിക്കും കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, PC കൊണ്ടും അല്ലെങ്കിൽ മറ്റു പലരെ കൊണ്ടും വിദ്വേഷം തുപ്പിക്കുന്നത് ഒരു തന്ത്രമാണ്. അതിലൂടെ അവർക്കെതിരെ 1-2 കേസ് വരും. ഈ കേസ് വരുന്നതോടെ ആ കേസ് അവിടെ അങ്ങനെ വെച്ചാൽ മതി, ഇതങ്ങനെ എടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരെന്ത് ചെയ്യും, ഒതുങ്ങും. ഇതേപോലെ ഒതുക്കാൻ വേണ്ടിയുള്ള ഒന്നാണ് ഇതെന്ന് പറയുന്നത്. രണ്ടെന്ന് വെച്ചാൽ ഈ ഈഴവരെ സംബന്ധിച്ചോളം അവരിവിടുത്തെ ഏറ്റവും വലിയ ഒരു പരിഷ്കരണ ശ്രമത്തിൻ്റെ അല്ലെങ്കിൽ അത്ര മുന്നേറ്റത്തിൻ്റെ ഭാഗമായിട്ട് ഒന്നിച്ചവരാണ്. ഇപ്പോൾ SNDP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ കേരളത്തിലെ ഏറ്റവും വലിയൊരു നവോത്ഥാന മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായ ഒന്നാണ്. അവരെയാണ് ഇത്തരത്തിലുള്ളൊരു ചാണകത്തൊഴുത്തിൽ കൊണ്ടുപോയിട്ട് കെട്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. അതുകൊണ്ട് അത് ഏറ്റവും കൂടുതൽ തിരിച്ചറിയേണ്ടത് അവർ തന്നെയാണ്. മാത്രമല്ല ഇപ്പോൾ നമുക്കറിയാം എന്താ ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ചരിത്രം അല്ലേ. ഇദ്ദേഹം വലിയ ഈ മറ്റേ ഈഴവരുടെ നഷ്ടത്തെക്കുറിച്ച് പറയുന്ന അദ്ദേഹം ഈ പിന്നോക്ക എന്താണ് അതിൻ്റെ പേരൊരു വികസന കോർപ്പറേഷൻ, നേരത്തെ പിന്നോക്ക സമുദായ മുന്നണി ഉണ്ടായി, പൂക്കുഞ്ഞൊക്കെ പോലുള്ളവരൊക്കെ അതിലത്ത് ഉണ്ടായിരുന്ന ആളാണ്. അദ്ദേഹം അന്ന് ഒന്നിച്ചു നിന്നവരാണ്. പിന്നീട് NSSുമായിട്ട് എങ്ങനെയോ ഒരു ബാന്ധവത്തിലേക്ക് വരുന്നു. അതിനുശേഷം BDGS മകൻ രൂപീകരിക്കുന്നു. അങ്ങനെയൊക്കെയാണ് ഈ വർഗീയ സ്വഭാവത്തിലേക്ക് അത് വരുന്നത്. പക്ഷേ ഇവിടെ നമുക്കറിയാം ഈ നേരത്തെ പറഞ്ഞ പിന്നോക്ക വികസന കോർപ്പറേഷൻ്റെ ചെയർമാനായിരുന്നുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, മൈക്രോ ഫൈനാൻസിൻ്റെ വിഷയത്തിൽ 15 കോടിയോളം തട്ടി. ഇത് കേസ് നിൽക്കുകയാണ്. ഈ കേസ് ഇപ്പോഴും തീർന്നിട്ടില്ല. സമാനമായി അദ്ദേഹത്തിൻ്റെ മകനെതിരെ കേസ് വന്ന് മറ്റേ ദുബൈയിലോ മറ്റോ എന്ത് ചെയ്തു, അറസ്റ്റ് ചെയ്യപ്പെട്ടു. അപ്പോൾ ഇവരെല്ലാം എന്താ വെച്ചാൽ പല രീതിയിലുള്ള പ്രശ്നങ്ങളിൽ കുടുങ്ങി കിടക്കുകയാണ്. ഇതിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടണമെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് സഹായം വേണം, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സഹായം വേണം. അതുകൊണ്ട് അദ്ദേഹം സ്റ്റേറ്റിൻ്റെ കാര്യത്തിൽ എന്താ പറയുക, പിണറായിയുടെ ഭരണ തുടർച്ച ഉണ്ടാകണം, പിണറായി തന്നെ മുഖ്യമന്ത്രിയായിട്ട് വരണം. ഇനി അപ്പുറത്ത് എന്ത് ചെയ്യും, വർഗീയ സ്വഭാവമുള്ള. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചറിയാൻ ഉണ്ടത് നേരത്തെ പറഞ്ഞ പോലെ ഈ മറ്റാരുമല്ല, ഒന്നാമതായിട്ട് ഇടവ സമൂഹമാണ്. 2 ആരെയൊക്കെയാണോ അദ്ദേഹം ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നത് അവരാണ്. കാരണം ഇദ്ദേഹത്തിന് സ്വകാര്യ അജണ്ടകൾ മാത്രമേ ഉള്ളൂ, അല്ലാതെ സമൂഹത്തിന് വേണ്ടിയോ സമുദായത്തിന് വേണ്ടിയോ അദ്ദേഹം ഒന്നും ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ആ ഒരു സത്യം തിരിച്ചറിഞ്ഞാൽ തന്നെ ഈ വിഷയത്തിൻ്റെ കാറ്റ് ബലൂണിൽ പൊട്ടിപ്പോണ പോലെ പോകും. അപ്പോൾ എന്തായാലും ഒന്നാമത്തെ വിഷയം നമ്മളവിടെ അവസാനിപ്പിക്കുകയാണ്. ഇത് വെള്ളാപ്പള്ളിയുടെ സമുദായ സ്നേഹമല്ല, മറിച്ച് മറ്റ് ചില പ്രൊജക്റ്റുകളുടെ ഭാഗമായി അദ്ദേഹം നിൽക്കുന്നു എന്നുള്ളതാണ് ഇന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത്തരത്തിലുള്ള വാചകങ്ങളോട് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളോ മുസ്ലിം ലീഗോ അല്ല പ്രതികരിക്കേണ്ടത്, മറ്റ് ഇവിടെയുള്ള മുഖ്യധാര പാർട്ടികളാണ് പ്രതികരിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ അതിൽ പറയാനുള്ളൊരു കാര്യം. രണ്ടാമത്തെ ഒരു വിഷയത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ വഖഫാണ്. നമ്മൾ ഒന്നിലധികം തവണ, ഒരുപാട് തവണ ഇവിടെ ഈ ഒരു സ്പോട്ട് ലൈറ്റിൽ നമ്മൾ ചർച്ച ചെയ്തൊരു വിഷയമാണ്. വഖഫ് വിഷയം നമുക്കറിയാം, ഈ കഴിഞ്ഞ ഏപ്രിൽ 2-ാം തീയതി 2025 ഏപ്രിൽ 2-ാം തീയതി ലോകസഭയിൽ അത് പാസ്സായി. അതിനുശേഷം ഇപ്പോൾ ഏറ്റവും അവസാനം രാഷ്ട്രപതി ഒപ്പിടുകയും ചെയ്തു. അങ്ങനെ വഖഫ് ബില്ല് ഒരു ആക്റ്റായി മാറിയിരിക്കുകയാണ് നമ്മുടെ രാജ്യത്ത്. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ പിന്നെ വലിയ രീതിയിലുള്ള 12 മണിക്കൂറിലധികം നീണ്ടു നിൽക്കുന്ന ഒരു മാരത്തൺ ചർച്ചയാണ് പാർലമെൻറ്റിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നത്. അതിൽ പിന്നെ തൃണമൂൽ കോൺഗ്രസിൻ്റെ MP മഹുവ മൊയ്ത്ര പറഞ്ഞൊരു വാചകം ഇങ്ങനെയാണ്: വഖഫ് ബില്ല് യഥാർത്ഥത്തിൽ ഇന്ത്യൻ മുസ്ലിങ്ങളോട് പറയുന്നത് യു ആർ നോട്ട് ആൻ ഈക്വൽ സിറ്റിസൺ ഓഫ് ഇന്ത്യ, നോ യുവർ പ്ലേസ്, യുവർ റൈറ്റ്സ് ആൻഡ് നോട്ട് സെയിം ആസ് അവേഴ്സ്. അതായത് നിങ്ങൾ മുസ്ലിങ്ങളാണെങ്കിൽ നിങ്ങൾ ഞങ്ങളെപ്പോലെയുള്ള, അത് ബാക്കിയുള്ളവരെ പോലെയുള്ള ഒരു സിറ്റിസൺ അല്ല എന്നുള്ളതാണ് ഇത് പറയാതെ പറഞ്ഞു വെക്കുന്നത് എന്നുള്ളതാണ്. ഈ ട്വിറ്ററിൽ വന്നിട്ടുള്ള, എക്സിൽ വന്നിട്ടുള്ള മറ്റൊരു പ്രതികരണം ഇങ്ങനെയാണ്: ഇന്ത്യൻ പാർലമെൻറ്റ് രാത്രി 1 മണിക്ക് ഫംഗ്ഷൻ ചെയ്യുകയാണ്. എന്തിനു വേണ്ടി? അത് ടാക്സ് കുറക്കണം എന്നുള്ള വിഷയത്തിലല്ല, അൺഎംപ്ലോയ്മെൻറ്റ്, ഇവിടെ തൊഴിലില്ലായ്മയുമായി ബന്ധപ്പെട്ട വിഷയത്തിലല്ല, വുമൺ സേഫ്റ്റിയുമായി. ഇവിടെ 18 മിനിറ്റിൽ ഒരു സ്ത്രീ റേപ്പ് ചെയ്യപ്പെടുന്നു എന്നാണ് ഇന്ത്യയിലെ കണക്ക്. അപ്പോൾ ആലോചിച്ച് നോക്കണം. അത് പിന്നെ ഇവിടെ റിപ്പോർട്ട് ചെയ്യുന്നത് മാത്രമാണ്. ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യാത്ത എത്ര ഉണ്ടാവും നമുക്കറിയാം. അതിനെക്കുറിച്ചല്ല. ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടല്ല, മണിപ്പൂരിനെ കുറിച്ചല്ല. മറിച്ച് അവരെന്തിനാണ് ഈ 1 മണിക്കൂർ ചർച്ച ചെയ്യുന്നത്? ഇവിടെയുള്ള മുസ്ലിങ്ങളെ രക്ഷിക്കാൻ കേട്ടോ, മുസ്ലിങ്ങളെ രക്ഷിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള വഖഫ് ബില്ല് പിന്നെ അതുമായി ബന്ധപ്പെട്ടാണ് രാത്രി 1 മണിക്ക് ഇന്ത്യൻ പാർലമെൻറ്റ് ചർച്ച ചെയ്യുന്നത് എന്നുള്ളത്. പിന്നെ അങ്ങനെയുള്ള പ്രതികരണവും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇപ്പം വഖഫ് ഇപ്പോൾ ആക്റ്റായിരിക്കുകയാണ്. നമ്മുടെ പ്രതികരണം എന്താണ്? യെസ്, വഖഫ് ബില്ല് എന്ന് ഇനി പറയാൻ പറ്റില്ലല്ലോ, അത് ആക്റ്റായി മാറി. യൂണിഫൈഡ് വഖഫ് മാനേജ്മെൻറ്റ് എംപവർമെൻറ്റ് എഫിഷ്യൻസി ആൻഡ് ഡെവലപ്മെൻറ്റ്, ഉമീദ്, ഇതാണ് ഇപ്പോൾ അതിൻ്റെ പേര്. അറബി ഉമീദ് എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ അതിന് എന്താ അർത്ഥം? പ്രതീക്ഷ എന്ന് ഓക്കെയാണ്. ഒരു പ്രതീക്ഷയുള്ള, ആർക്കുള്ള പ്രതീക്ഷയാണെന്ന് അറിയില്ല. എന്തായിരുന്നാലും മുസ്ലിങ്ങൾക്ക് അതിലൊരു പ്രതീക്ഷയില്ല. അപ്പോൾ ഇത് നടപ്പാക്കിയ ആളുകൾക്ക് അവർ ഉദ്ദേശിക്കുന്ന ചില പ്രതീക്ഷകളുണ്ടാവും. അത് നേടാമെന്നല്ലാതെ വേറെ അതുകൊണ്ടൊന്നും ഉണ്ടാവില്ല.
നമ്മൾ സാധാരണ പ്രയോഗിക്കാറുള്ളൊരു പ്രയോഗം ഉണ്ടല്ലോ, ഒരു വെടിക്ക് 2 പക്ഷി. ഇത് ഒരു വെടിക്ക് പല പക്ഷികളാണ് ഈ പിന്നെ വഖഫ് ബില്ല് പാസ്സായതോടുകൂടി സംഭവിക്കുന്നത്. അതൊന്നെന്താണെന്ന് വെച്ചാൽ അവർ കുറേ കാലങ്ങളായിട്ട് അവരുടെ ഇന്നർ സർക്കിളിൽ കൊടുക്കുന്ന ഒരു കാര്യമാണെന്ത്, ഇവിടെയുള്ള വഖഫ് സ്വത്തുക്കളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, അതൊക്കെ നമ്മുടെ വരുതി കൊണ്ടുവരും എന്നുള്ളത് അവരുടെ ഉള്ളിൽ അവർ എന്നോ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ അവരുടെ സമൂഹത്തിന് ഒരു മെസ്സേജ്, നമ്മൾ ഭരണത്തിൽ കയറി 2ാമത്തെ ടേം വന്നു, ആ ടേമിൽ എന്ത് ചെയ്തു, ഓരോന്നിങ്ങനെ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വഖഫ് ബില്ല് എന്ത് ചെയ്തു, പിന്നെ പരിഷ്കരിച്ചു. ഇത് റീലുകളായിട്ടൊക്കെ വരുന്നുണ്ട്. നമ്മുടെ ഇവിടെയുള്ള അമിത്ഷായും ആൾക്കാരൊക്കെ അവിടെ ഇങ്ങനെ ഘോരം പ്രസംഗിച്ച് അവസാനം ഇങ്ങനത്തെ വിജയശ്രീ ആളിതരായി പുറത്തു വരുന്നു രാത്രി 2 മണിക്കൊക്കെ. അത്രയും ഞങ്ങൾക്ക് വേണ്ടി പണിയെടുത്തു എന്നുള്ളത്. അപ്പോൾ ആ ഒരു വികാരമാണ് ഒന്ന്. രണ്ടാമത്തത് എന്താണെന്ന് വെച്ചാൽ, ഇത് ഈ വഖഫ് സ്വത്തുക്കൾ കയ്യേറുക എന്നത് അതിന് ചില ആളുകൾക്ക് അതിന് പിന്നെ വഴി തുറന്നു കൊടുക്കുക എന്നുള്ളത് ഇവരുടെ ലക്ഷ്യമായിരുന്നു. അതും ഇതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, നടപ്പാകുന്നുണ്ട്. പിന്നെ മറ്റൊന്ന്, ഇവിടെയുള്ള പിന്നെ ക്രിസ്ത്യൻസിനെയും അതേപോലെ തന്നെ മുസ്ലിംസിനെയും തമ്മിൽ തെറ്റിക്കുക, നേരത്തെ നമ്മൾ പറഞ്ഞതിൻ്റെ ബാക്കി. അതിന് കൂടെ എന്ത് ചെയ്യാൻ പറ്റും, ഈ വിഷയം ചെയ്യാൻ പറ്റും. അത് പ്രത്യേകിച്ച് കേരളം ലക്ഷ്യം വെച്ചുകൊണ്ട്, കേരളം അവരുടെ ലക്ഷ്യമാണ്. അതുകൊണ്ടാണ് മുനമ്പം വിഷയം പാർലമെൻറ്റിൽ തന്നെ ഈ കിരൺ റിജ്ജു ഇത് അവതരിപ്പിക്കുന്ന സമയത്ത് പ്രത്യേകം മുനമ്പത്തെ എടുത്തു വെച്ച് സംസാരിച്ചതൊക്കെ ഈ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ്. പിന്നെ മറ്റൊന്നെന്താ വെച്ചാൽ, ഭരണപരമായിട്ടുള്ള ഒരുപാട് പരാജയം മൂടിവെക്കാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിലൂടെ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചർച്ച വഴിതിരിച്ചു വിടാൻ കഴിയുന്നുണ്ട്. പിന്നെ മണിപ്പൂരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പിന്നെ രാഷ്ട്രപതി ഭരണം പിന്നെ തീരുമാനിക്കുന്നത് പാർലമെൻറ്റിൻ്റെ ചർച്ചയോടുകൂടി ആയിരിക്കണം എന്നുള്ളതാണ് വ്യവസ്ഥ. അപ്പോൾ അത് ചർച്ച ഒരു നല്ല പിന്നെ സ്വസ്ഥമായിട്ട് ആ ചർച്ച നടന്നു കഴിഞ്ഞാൽ അവിടെ പ്രശ്നം വരും. അപ്പോൾ ഇത് 1:59 ആണ് എന്ത് ചെയ്യുന്നത്, ഈ വഖഫ് ചർച്ച അവസാനിച്ച് ഉടനെ 1 മിനിറ്റ് കഴിഞ്ഞ ഉടനെയാണ് എന്ത് ചെയ്യുന്നത്, ഈ മണിപ്പൂരിൻ്റെ വിഷയം എടുക്കുന്നത്. എടുത്തിട്ട് പിന്നെ പെട്ടെന്ന് പാസ്സാക്കി പോണത്. അപ്പോൾ അതിലൂടെ എന്തായി, ഒരു ഭാഗത്ത് ക്രിസ്ത്യൻസിന് എന്തോ ഒരു വലിയ സൗകര്യം ചെയ്തു കൊടുത്തു എന്നൊരു പ്രതീതി ഉണ്ടാക്കുകയും, മറുഭാഗത്ത് അവരുടെ തലമണ്ടക്കടിക്കുന്ന ഒരു നിയമം അവിടെ പാസ്സാക്കിയെടുക്കും, ഒരു പ്രൊസീജിയർ അവിടെ എന്ത് ചെയ്തു, നടപ്പാക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ പറയുന്നത് ഇങ്ങനെ ഒരുപാട് കാര്യം. ഇപ്പോൾ ഇന്നത്തെ വാർത്ത എന്താ, പിന്നെ പെട്രോളിന് വില കൂടി, പാചകവാതത്തിന് വില കൂടി. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, എൻ്റെ വഴിയെ പോകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ മണ്ണിട്ട് മൂടാൻ പറ്റിയ ഒരു സാധനമാണെന്ത്, ഈ വഖഫ് ബില്ല് ചർച്ചയാവുന്നു എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു പക്ഷിയല്ല, 2 പക്ഷിയല്ല, പല പക്ഷികൾ കിട്ടുന്ന ഒരു ഏർപ്പാടാണ്. അതാണിപ്പോൾ ഇതിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായിരുന്നു നമുക്കിതിൽ ഒരു സന്തോഷമുള്ള കാര്യം എന്താ വെച്ചാൽ, ഇന്ത്യ മുന്നണി എന്നുള്ള ആ ഒരു സംവിധാനം, ആ സംവിധാനം മുന്നോട്ട് വെച്ചപ്പോൾ അത് ഒരുപാട് ആശയങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, മുന്നോട്ട് വെച്ചിരുന്നു. ആ ആശയം ഒന്ന് ശരിക്ക് പിന്നെ പ്രകടമായൊരു ദിവസമായിരുന്നു അന്നത്തെ രാത്രി എന്ന് പറയുന്നത്. ഇന്ത്യ മുന്നണിയുടെ ഒരു രൂപീകരണത്തിൻ്റെ ലക്ഷ്യം നടപ്പായി എന്ന് പറയാവുന്നൊരു ദിവസമാണ്. കാരണം ഈ പ്രതിപക്ഷ നിരയിലെ മുഴുവൻ എംപിമാരെയും ഈ വഖഫ് ബില്ലിന് എതിരിൽ അണിനിരത്താൻ അതിൻ്റെ നേതൃത്വത്തിന്, ലീഡർഷിപ്പിന്, പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പിന് സാധിച്ചു എന്നത് ഒരു ചെറിയ കാര്യമല്ല. കാരണം 50 സീറ്റ് മാത്രം ഉണ്ടായിരുന്ന പ്രതിപക്ഷം, ഒരു പ്രതിപക്ഷ നേതാവ് പോലും ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ നിന്ന് ഇപ്രാവശ്യം എന്തായി, ശക്തമായ പ്രതിപക്ഷമായി വന്നു, പ്രതിപക്ഷ നേതാവുണ്ടായി. പിന്നെ ഇവിടെ ചർച്ച നടത്തേണ്ടി വന്നു. ആ ചർച്ച 8 മണിക്കൂർ നിശ്ചയിച്ച ചർച്ച 12 മണിക്കൂറും കഴിഞ്ഞ് പോകേണ്ടി വന്നു. അങ്ങനെ വളരെ പ്രക്ഷുബ്ധമായൊരു സാഹചര്യം ഉണ്ടായി. 2 മണിക്കൂർ മുമ്പാണ് ഈ ബില്ല് ഇഷ്യൂ ചെയ്യുന്നു എന്നുള്ള വിവരം എന്ത് ചെയ്യുന്നത്, മെമ്പർമാർക്ക് കൊടുക്കുന്നത്. എന്നിട്ട് അവരോട് പറയണത് അമെൻമെൻറ്റുകൾ 1 മണിക്കൂറിനുള്ളിൽ എന്ത് ചെയ്യണം, ഇത്ര സമയത്തിനുള്ളിൽ എഴുതി കൊടുക്കണം. അത് ഇത്രയും പോകുന്ന ബില്ല് ഒന്ന് വായിച്ച് തീർക്കണമെങ്കിൽ തന്നെ എത്ര സമയം വേണം? അത് വായിച്ച് തീർത്ത് അതിൽ നിന്ന് അമെൻമെൻറ്റ് പിന്നെ ക്രോസ് ചെയ്യേണ്ട സംഗതികൾ എഴുതി അതതിൻ്റെ പ്രൊസീജിയർ പ്രകാരം സമർപ്പിക്കുക എന്ന് പറയുമ്പോൾ എത്ര സമയം വേണം? എന്നാലും നമ്മളെ എംപിമാർ എന്ത് ചെയ്തു, ഹോംവർക്ക് നേരത്തെ ചെയ്ത് വെച്ച ഹോംവർക്ക് ഉണ്ടാവാം, അതോടൊപ്പം തന്നെ ബില്ല് കിട്ടുമ്പോഴല്ലേ അതിനോട് ശരിക്കും റിയാക്ട് ചെയ്യാൻ കഴിയുള്ളൂ. ബില്ല് എന്താണെന്ന് അപ്പോൾ കിട്ടുമ്പോഴല്ലേ അറിയുള്ളൂ. അത് ചെയ്തു കൊടുത്തു. അതിൽ കുറേ ആളുകളുടെ വീഡിയോസൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് നന്നായിട്ട്. ഇപ്പോൾ പിന്നെ ETയുടെ, ജോൺ ബ്രിട്ടാസിൻ്റെ, അങ്ങനെ ഒരുപാട് ആളുകളുടെ പിന്നെ വീഡിയോസൊക്കെ വന്നു. അതുപോലെ പിന്നെ വേണുഗോപാലിൻ്റെ ഒക്കെ വന്നു. അതിൽ വേണ്ടത്ര ശ്രദ്ധ
പിന്നെ പതിയാതെ പോയ ഒരാളാലോചിച്ചാൽ NK പ്രേമചന്ദ്രനാണ്. അദ്ദേഹം ശരിക്കും ഒരു ഹാർഡ് വർക്ക് ഇതിൽ ചെയ്തിട്ടുണ്ട്. അതായത് ഏകദേശം ആ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു 10ഓളം അമെൻമെൻറ്റ് അദ്ദേഹം ചെയ്തിട്ടുണ്ട്, അവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. ആ 10ഓളം അമെൻമെൻറ്റിൽ ഒക്കെ ഇങ്ങനെ പാസ്സാക്കി ഇതാക്കി പോകുന്നതിൻ്റെ ഇടയിൽ ഒന്നും അദ്ദേഹം സ്റ്റിക്ക് ഓൺ ചെയ്തു. അതായത് ഈ വഖഫ് ബോർഡിൽ പിന്നെ മുസ്ലിങ്ങൾ നിർബന്ധമാണ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടല്ലോ, അതെടുത്ത് ഒഴിവാക്കണം എന്നുള്ളത് അദ്ദേഹം കുറച്ചുകൂടെ എന്ത് ചെയ്തു, പിന്നെ സ്പീക്കറോട് ആവശ്യപ്പെട്ടു. അതിൽ പ്രത്യേക വോട്ടെടുപ്പിനും കാര്യങ്ങൾക്കൊക്കെ അഭ്യർത്ഥിക്കുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടായി. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഒരു വഖഫ് ഭേദഗതി നിയമം അവിടെ വരുമ്പോൾ, പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിനെ ബാധിക്കുന്ന ഒരു വിഷയം വരുമ്പോൾ, അത് ഭരണഘടനാപരമായ ഇഷ്യൂ ആയി എടുത്തുകൊണ്ട് പിന്നെ NK പ്രേമചന്ദ്രൻ എന്ന് പറയുന്ന MP അതിനു വേണ്ടി യുദ്ധം ചെയ്തു എന്ന് പറയുമ്പോൾ അതൊരു ചെറിയ കാര്യമില്ല, സന്ദേശമല്ല കൊടുക്കുന്നത്. അതുപോലെ ഒരുപാട് MP മാർ. അപ്പോൾ ആ MP മാരെല്ലാവരെയും ഇന്ത്യ സഖ്യത്തിന് ഒറ്റ പ്ലാറ്റ്ഫോമിൽ അണിനിരത്താൻ സാധിച്ചു എന്നത് ഇനി ഭാവിയിൽ വരാനിരിക്കുന്ന ഒരു വലിയ ശുഭസൂചകമാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കമല്ല. അതാണ് ഒന്ന്. മറ്റൊന്ന്, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇതിൽ ക്രൈസ്തവർ ശരിക്കും കബളിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നേരത്തെ നമ്മൾ ഈഴവരെ കാര്യം പറഞ്ഞ പോലെ സഭാമേലധ്യക്ഷന്മാരൊക്കെ ഇതിനെ പിന്തുണക്കണമെന്ന് പറഞ്ഞ് പിന്നെ കോൺഗ്രസിൻ്റെ MP മാർക്കൊക്കെ വിപ്പ് കൊടുക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുന്ന അവസ്ഥ ഉണ്ടായി. പക്ഷേ അവരെ യഥാർത്ഥത്തിൽ ഇത് കാണിച്ചു കൊടുത്തിട്ട് പിന്നെ നമ്മളൊരു പിന്നെ കഴുതൻ്റെ പുറത്ത് പോകുന്ന ഒരാളെ കഥ പറയാറുണ്ടല്ലോ, പുല്ല് കെട്ടിത്തൂക്കിയിട്ട്, അതായത് വെടിൻ്റെ തലപ്പത്ത് പുല്ല് കെട്ടിത്തൂക്കിയിട്ട് പിന്നെ കഴുതനങ്ങനെ നടത്തി, കഴുതങ്ങനെ നടക്കും, പുല്ലുണ്ടാവും, പക്ഷെ പുല്ലൊരിക്കലും എന്ത് ചെയ്യില്ല, തിന്നാൻ കിട്ടൂല. അതേപോലെ ഈ വഖഫ് ബില്ല് മുന്നിൽ തൂക്കിയിട്ട് ഇതുകൊണ്ട് നിങ്ങൾ മുനമ്പത്തിൻ്റെ പ്രശ്നം എന്തെങ്കിലും പരിഹരിക്കുമെന്നും പറഞ്ഞിട്ട് കൊണ്ടുപോവാണ്. യഥാർത്ഥത്തിൽ അത് പരിഹരിക്കില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. കാരണം ഈ കിരൺ റിജിജു അവതരിപ്പിക്കുമ്പോൾ തന്നെ പറഞ്ഞു, ഇതിന് മുൻകാല പ്രാബല്യമില്ലാത്ത ബില്ലാണിത്, നിയമമാണിത്. അപ്പോൾ മുൻകാല പ്രാബല്യമുള്ള പ്രശ്നമാണെന്ത്, മുനമ്പത്തെ വിഷയം. മുനമ്പം വിഷയത്തേക്ക് കൊണ്ടുവന്നുകൊണ്ട് പരിഹരിക്കാൻ കഴിയില്ലത്. അങ്ങനെ ഉണ്ട് തന്നെ അതിൽ ഓപ്ഷനും ഇല്ല, അതിൽ ആ നിലക്കുള്ള ഓപ്ഷനും ഇല്ല. അപ്പോൾ അതറിഞ്ഞുകൊണ്ട് വെറുതെ കബളിപ്പിക്കപ്പെട്ട ഒരു സമൂഹം, അത് ഏതായിരുന്നാലും ആ സമുദായത്തിന് എന്ത് ചെയ്യും, അത് മനസ്സിലാവും. പിന്നെ മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അന്ന് രാത്രി എന്ത് ചെയ്തു, മണിപ്പൂരുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വളരെ ചുളിവിൽ എന്ത് ചെയ്തു, ആ പ്രൊസീജിയർ അവർ എന്നെ എടുക്കുകയും ചെയ്തു. പിന്നെ അതിൻ്റെ തുടർച്ചയാണല്ലോ പിന്നെ ഓർഗനൈസറിൽ എന്ത് വന്നു, ലേഖനം വന്നു, എന്ത് ഏറ്റവും കൂടുതൽ വഖഫ് സ്വത്തുള്ളത് പിന്നെ വഖഫ് ബോർഡിൻ്റെ കയ്യിലല്ല, യഥാർത്ഥത്തിൽ ഇവരുടെ കയ്യിലാണ്, ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ കയ്യിലാണെന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ വന്നു. പിന്നെ വിവാദമായപ്പോൾ എന്ത് ചെയ്തു, കേരളത്തിൽ നിന്ന് പോയ സമ്മർദ്ദമായിരിക്കും, സാധനം പിൻവലിച്ചാലും അങ്ങനെ സത്യം അവിടെ പറഞ്ഞു എന്നുള്ളത് എന്താണ് പിന്നെ നമ്മളെ മുമ്പിലുണ്ടല്ലോ. അപ്പോൾ അവർക്ക് ഇവർ എതിരാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമല്ല. ഇനി വരാൻ പോണ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇനി ഇപ്പോൾ കോൺഗ്രസ് ഈ വിഷയത്തിൽ പിന്നെ സ്റ്റാൻഡായി നിൽക്കുന്നുണ്ട്. അതായത് ഇവിടെ ഇവർക്ക് ഈ മുനമ്പത്ത് എന്ത് ചെയ്യണം, അവർക്ക് ആരെയും കൂടി ഇറക്കാൻ പാടില്ല എന്നുള്ള നിലപാടെടുത്തിട്ടുണ്ട്. മുസ്ലിം ലീഗ് എടുത്തിട്ടുണ്ട്. മുസ്ലിം ലീഗ് ഇപ്പം ഇന്ന് കോടതിയിലടക്കം ആ വിഷയത്തിൽ പിന്നെ മൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ സർക്കാർ ഇപ്പോൾ ജുഡീഷ്യൽ കമ്മീഷൻ ഉണ്ടാക്കി, അത് ഒരു പ്രാവശ്യം ഹൈക്കോടതി അത് പിന്നെ ഇല്ലാതെയാക്കി. ഇന്ന് സിംഗിൾ ബെഞ്ച് എന്ത് ചെയ്തിട്ടുണ്ട്, അതിന് രണ്ടാമത് മുന്നോട്ട് പോകാനുള്ള അനുവാദം ഡിവിഷൻ ബെഞ്ച് അനുവാദം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂടിയിട്ട് ഇനി അതിൽ പിന്നെ ഇവരവിടെ കുടിയിറക്കരുത് എന്നുള്ള സമീപനം കേരള ഗവൺമെൻറ്റും പ്രഖ്യാപിച്ചിട്ടുണ്ട്, കോൺഗ്രസും പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഇവിടുത്തെ UDF സംവിധാനമൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അവരുടെ ശ്രമഫലമായിട്ട് ഇതിന് സെറ്റിൽമെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായി വന്നാൽ പോലും ഈ ബില്ല് പാസ്സായതുകൊണ്ടാണ് എന്ത് ഇത് ശരിയായത് എന്നാണ് എന്ത് ചെയ്യുക, ഇവിടെ പ്രചരിപ്പിക്കപ്പെടുക. ഇനി അങ്ങനത്തെ ഒരു കെണിയാണ് വരാൻ പോകുന്നത്. അതായത് ഈ വഖഫ് ബില്ലുകൊണ്ട് ഇത് ശരിയാകുമെന്ന് ഇപ്പോൾ ഇവർ വിശ്വസിച്ചല്ലോ. ഇവർ വിശ്വസിച്ചു പറഞ്ഞാൽ ക്രൈസ്തവ സമുദായത്തിലെ പിന്നെ മഹാഭൂരിപക്ഷ ആൾക്കാർ വിശ്വസിച്ചു എന്ന് എനിക്ക് അഭിപ്രായമല്ല. അവരൊക്കെ ചിന്തിക്കുന്ന ആളുകൾക്ക് അവർക്ക് മനസ്സിലാവും. പക്ഷേ ചില മേലധ്യക്ഷന്മാർ വിശ്വസിച്ചല്ലോ. ആ വിശ്വസിച്ച ആളുകൾക്ക് ഇനി ഈ ബില്ലിൻ്റെ ഈ നിയമത്തിൻ്റെ ഒരൊത്താശയില്ലാതെ ഇത് പിന്നെ ശരിയായി കിട്ടിയാലും ഇവിടുത്തെ കേരള ഗവൺമെൻറ്റും പ്രതിപക്ഷം ഒരുമിച്ച് നിന്നുകൊണ്ട് അത് പിന്നെ ശരിയാക്കിയെടുത്താൽ അതിൻ്റെ ക്രെഡിറ്റ് ആർക്ക് പോവും, ഈ ബില്ല് പിന്നെ നിയമത്തിലേക്ക് പോകുന്നൊരവസ്ഥ ഉണ്ടാകുക. അതിപ്പോൾ തന്നെ ആളുകൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ബോധവൽക്കരിച്ച് പോകണം എന്നാണ് എൻ്റെ ഒരഭിപ്രായം. അപ്പോൾ ഇതാണ്. അപ്പോൾ ക്രൈസ്തവർ ഇതിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ശരിക്ക് വഞ്ചിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതുവരെ തിരിച്ചറിയണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. പിന്നെ ഈ നിയമത്തെ നമ്മൾ എന്തുകൊണ്ട് എതിർക്കുന്നു എന്ന് ചോദിച്ചാൽ അതിന് ഒരുപാട് കാരണമുണ്ട്. ഇവിടെ വിശദീകരിക്കേണ്ടതില്ല, എല്ലാവർക്കും പറയുന്നതാണ്. ഇതിൽ പ്രധാനപ്പെട്ട എന്താ വെച്ചാൽ ഇതിൻ്റെ നിർണയാവകാശം ജില്ലാ കലക്ടർക്ക് കൊടുക്കുന്നു എന്നുള്ളതാണ്. അതായത് വഖഫ് സ്വത്തുക്കൾ
എല്ലാം ഒരു ഡിസ്പ്യൂട്ട് ലാൻഡാക്കി മാറ്റാൻ എന്ത് ചെയ്യാൻ പറ്റും? ഈ നിയമം അനുസരിച്ചുകൊണ്ട് കഴിയും. ഇപ്പോൾ സർക്കാരിന് അവകാശപ്പെട്ടതാണ് ഈ ഒരു വഖഫ് ഭൂമി എന്ന് ആരെങ്കിലും ഒരാൾ കംപ്ലയിൻറ്റ് ചെയ്താൽ മതി. ആ കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ ആ കംപ്ലയിൻറ്റ് നേരെ പോകുന്നത് ജില്ലാ കളക്ടറുടെ കയ്യിലാണ്. ആ ജില്ലാ കളക്ടറുടെ കയ്യിൽ എത്തിക്കഴിഞ്ഞാൽ അന്ന് മുതൽ അതിൽ ഒരു കാര്യവും പിന്നെ പാടില്ല. ഒരു നിർമ്മാണ പ്രവർത്തനം പറ്റില്ല, അതിൻ്റെ വരുമാനം എടുക്കാൻ പാടില്ല, ഒന്നും ചെയ്യാൻ പാടില്ല. ഡെഡായി കിടക്കുകയാണ് ചെയ്യാൻ പറ്റില്ല, മറവ് ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിൽ ഒരു ആക്ഷനും പിന്നെ പറ്റില്ല. അപ്പം അങ്ങനെ ഇവിടുത്തെ ഭൂമികളൊക്കെ ഡെഡാക്കി കിടത്താൻ എത്ര എളുപ്പമുണ്ട്. ഒരു പരാതി കൊടുക്കാൻ ഇവിടെ വേറെ തന്നെ സംവിധാനം നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവുമല്ലോ. ഒരു ഭാഗത്തേക്ക് പരാതി കൊടുക്കാൻ ആൾക്കാർ റെഡിയാക്കിയിട്ടാണല്ലോ ഇപ്പോൾ ഈ നിയമം ചുട്ടെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ പ്രശ്നം അതാണ്. അതായത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വഖഫ് സ്വത്തുക്കളും കാര്യങ്ങളും ഒക്കെ ഡെഡായി ഒരു തർക്കഭൂമികളായി മാറ്റി ഫ്രീസറിലേക്ക് മാറ്റി വെക്കുന്നൊരു സ്വഭാവം എന്ത് ചെയ്യും? ഇത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം. പിന്നെ 22 അംഗങ്ങളുടെ കേന്ദ്ര വഖഫ് കൗൺസിലിൽ പിന്നെ 10 പേര് മുസ്ലിം ആയാൽ മതി എന്നാണ്. ബാക്കിയുള്ളവരൊന്നും മുസ്ലിം ആയിക്കൊള്ളുന്നില്ല എന്നുള്ളതാണ് ഇത് മൊത്തത്തിൽ അതിൻ്റെ ഡെസിഗ്നേഷനുകൾ വെച്ച് നോക്കി നമുക്ക് കാണാൻ പറ്റുക. പിന്നെ 11 അംഗ വഖഫ് ബോർഡിൽ 2 അമുസ്ലിങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം? അതിലുണ്ടാകണം. അതിൻ്റെ CEO വരെ അമുസ്ലിമിനാകാം എന്നാണ്. അപ്പോൾ പിന്നെ മുസ്ലിങ്ങളെ സ്വത്തിൻ്റെ കാര്യത്തിൽ ഈ രീതിയിലേക്കാണ് എന്ത് ചെയ്യുന്നത്, ഇത് കൊണ്ടുവരുന്നതെന്ന് പറയുമ്പോൾ അത് തികഞ്ഞ വിവേചനമല്ലേ. ഇവിടെ ദേവസ്വം ബോർഡിൻ്റെ സ്വത്തുക്കളുണ്ട്, അതുപോലെ തന്നെ മറ്റു വിഭാഗങ്ങൾക്ക് സ്വത്തുക്കളുണ്ട്. അതിലൊന്നും എന്ത് ചെയ്യണില്ല, മറ്റു മതസ്ഥരയിൽ എടുത്തിട്ടില്ലല്ലോ, എടുക്കണമെന്ന് ആരും പറയണില്ലല്ലോ. പക്ഷേ അതവിടെ മാറ്റി വെച്ചുകൊണ്ട് ഇതിന് മാത്രം ഇങ്ങനെ ബാധിക്കുമെന്ന് പറയുന്നത് തീർത്തും വിവേചനപരമായിട്ടുള്ള രീതിയാണെന്നുള്ള കാര്യത്തിൽ തർക്കമല്ല. പിന്നെ ആരെങ്കിലും വഖഫ് ഭൂമി കയ്യേറിയാൽ 2 വർഷത്തെ കഠിന തടവാണ് നേരത്തെ നിയമത്തിലുണ്ടായിരുന്നത്. ഇപ്പം എന്തായെന്ന് വെച്ചാൽ അത് 2 വർഷത്തെ കേവല തടവാക്കി മാറ്റി. അതേ മാത്രമല്ല, പിന്നെ പണ്ട് ജാമ്യമില്ലാത്ത കുറ്റമായിരുന്നത് ഇപ്പോൾ ജാമ്യം കൊടുക്കാവുന്ന കുറ്റമായിട്ട് ചെയ്തിട്ടുണ്ട്, മാറിയിട്ടുണ്ട്. എന്നാൽ ഇത് കൈകാര്യം ചെയ്യുന്ന മുത്തവല്ലിക്ക് ഒരുപാട് നിയന്ത്രണങ്ങൾ വരികയും ചെയ്തു. മുത്തവല്ലി നേരത്തെ ഇതിൻ്റെ റിട്ടേണും മറ്റുള്ള കാര്യങ്ങളൊക്കെ 2 വർഷം പിന്നെ അത് മുടക്കി കഴിഞ്ഞാൽ അദ്ദേഹത്തിനെതിരെ ആക്ഷൻ വരുന്നതായിരുന്നു. ഇപ്പം എന്തായെന്ന് വെച്ചാൽ അത് 2 വർഷം 1 വർഷമാക്കി മാറ്റി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പിന്നെ ഒരുപാട് പിന്നെ ഇത് കുറച്ച് കൊണ്ടുവന്നു, അവകാശങ്ങൾ കുറച്ച് കൊണ്ടുവന്നു. കയ്യേറുന്ന ആളുകൾക്ക് വളരെ സൗകര്യപൂർവ്വമായിട്ടുള്ള സമീപനം ഉണ്ടായി. ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് തീർത്തും നമ്മുടെ പിന്നെ രാജ്യത്തിന് പറ്റുന്നതല്ല, അംഗീകരിക്കാൻ പറ്റുന്നതല്ല. അപ്പോൾ ഇനിയിപ്പോൾ എന്താ അതിന് മാർഗം എന്ന് ചോദിച്ചാൽ നിയമ പോരാട്ടം ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ നിയമപരമായിട്ട് ഇപ്പോൾ പിന്നെ ഭരണഘടന നമുക്ക് നൽകുന്ന ഇപ്പോൾ ആർട്ടിക്കിൾ 26, അതേപോലെ ആർട്ടിക്കിൾ 30, ഇതിൻ്റെയൊക്കെ തികഞ്ഞ ഖണ്ഡനമാണെന്ത് പിന്നെ ഇപ്പം ചുട്ടെടുത്തിരിക്കുന്ന നിയമം. അതുകൊണ്ട് ഭരണഘടനയ്ക്ക് വിരുദ്ധമായ ഒരു നിയമം ഉണ്ടാക്കാൻ ഒരിക്കലും പാർലമെൻറ്റിന് എന്ത് ചെയ്യില്ല, പറ്റൂല. അതുകൊണ്ട് അത് സുപ്രീം കോടതിയിൽ നമ്മളത് ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ അത് റദ്ദ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് നമ്മുടെ മുൻകാല ചരിത്രം നമുക്ക് ബോധ്യപ്പെടുത്തുന്നത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ 42ാമത് ഭരണഘടനാ ഭേദഗതി 1976 അത് ഭാഗികമായിട്ട് റദ്ദാക്കുന്ന സാഹചര്യം ചെയ്തിട്ടുണ്ട്, ഉണ്ടായിട്ടുണ്ട്. സുപ്രീം കോടതി ഇടപെട്ടുകൊണ്ട്, കാരണം ഭരണഘടനയ്ക്ക് എതിരാണെന്ന് പറഞ്ഞിട്ട് സംഭവിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പിന്നെ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ പീപ്പിൾ അമെൻമെൻറ്റ് ആൻഡ് വാലിഡേഷൻ ആക്ട് 2013 അതും തന്നെ ഇതേപോലെ സുപ്രീം കോടതി ഇടപെട്ടുകൊണ്ട് നിർത്തിവെച്ചതാണ്. അതുപോലെ ട്രിബ്യൂണൽ റിഫോംസ് ആക്ട് 2021 ഈ നിയമത്തിലും സുപ്രീം കോടതി പിന്നീട് ചെയ്തിട്ടുണ്ട്, ഇടപെട്ടുകൊണ്ട് മാറ്റം വരുത്തിയിട്ടുണ്ട്. അതേപോലെ ഇൻഫർമേഷൻ ടെക്നോളജി പിന്നെ ആക്ട് 2008 അതും തന്നെ സുപ്രീം കോടതിൻ്റെ ഇടപെടലോടുകൂടി പിന്നെ ബാൻ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ പാർലമെൻറ്റ് പാസ്സാക്കിയ ധാരാളം നിയമങ്ങൾ സുപ്രീം കോടതി ഭാഗികമായിട്ടോ അല്ലാതെയോ സ്റ്റേ ചെയ്യുകയോ അല്ലെങ്കിൽ തിരുത്തുകയോ റദ്ദാക്കുകയോ ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, മുൻകാലത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു പൊതു സ്വഭാവം പിന്നെ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ ഇവയൊക്കെ ഭരണഘടനാ വിരുദ്ധമോ അല്ലെങ്കിൽ ഭരണഘടനയുടെ അടിസ്ഥാന സ്ട്രക്ചറിനെ തകർക്കുന്നതോ ആയ നിയമങ്ങളായിരുന്നു എന്നതാണ്. അതേ സ്വഭാവം എന്തിനുണ്ട്, ഈ ഇപ്പോൾ പാസ്സാക്കിയിരിക്കുന്ന വഖഫ് നിയമത്തിനുണ്ട്. അപ്പോൾ അത് ശരിക്ക് നല്ല വക്കീൽമാർ ഭരണഘടനേൻ്റെ ക്ലോസും കാര്യങ്ങളും വെച്ച് വാദിച്ചു കഴിഞ്ഞാൽ അതിൽ പ്രതീക്ഷ ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. അതോടൊപ്പം എന്ത് വേണമെന്ന് വെച്ചാൽ ഈ വിഷയത്തെപ്പറ്റി തികഞ്ഞ അജ്ഞത ആൾക്കാരുടെ ഇടയിലുണ്ട്. ഒരുപാട് തെറ്റിദ്ധാരണകളാണ് ആൾക്കാർ എന്ത് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ വെച്ച് പോലെ. അതിൻ്റെ ഒരു ബോധവൽക്കരണം ശരിക്കും ഇവിടെ സമൂഹത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, നടക്കേണ്ടതുണ്ട്. ഇപ്പോൾ വഖഫ് ട്രൈബ്യൂണൽ വഖഫ് ബോർഡിന് കീഴിലാണെന്നാണ് എന്ത് ചെയ്യണത്, പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വസ്തുത എന്താണെന്ന് വെച്ചാൽ വഖഫ് ട്രിബ്യൂണൽ എന്നത് സർക്കാർ ജഡ്ജിമാർ, അതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാർ, മുസ്ലിം നിയമ വിദഗ്ധർ എന്നിവരടങ്ങുന്ന ഒരു സർക്കാർ ജുഡീഷ്യൽ സ്ഥാപനമാണ്. ഇതിന് വഖഫ് ബോർഡുമായി യാതൊരു
ബന്ധം യഥാർത്ഥത്തിലില്ല. അതേപോലെ പ്രചരിപ്പിക്കുന്ന മറ്റൊരു കാര്യമാണ് എന്ത്, വഖഫ് ട്രിബ്യൂണലിൻ്റെ തീരുമാനത്തിനെതിരെ ഒരാൾക്ക് ഒരു കോടതിയിലും പോകാൻ എന്ത് ചെയ്യില്ല, കഴിയില്ല എന്നുള്ളതാണ്. എന്നാൽ അതിൻ്റെ വസ്തുത എന്താണെന്ന് വെച്ചാൽ 1995 വഖഫ് നിയമത്തിലെ സെക്ഷൻ 83(9) പ്രകാരം വഖഫ് ട്രിബ്യൂണലിൻ്റെ തീരുമാനം ഹൈക്കോടതിക്ക് പുനഃപരിശോധിക്കാനും റദ്ദാക്കാനും എന്ത് ചെയ്യും, കഴിയുന്നുള്ളതാണ്. അതുപോലെ വേറൊരു പ്രചാരണങ്ങൾ എന്താണെന്ന് വെച്ചാൽ വഖഫ് ബോർഡിന് ഏത് ഭൂമിയും സ്വന്തമാണ് എന്ന് പ്രഖ്യാപിക്കാമെന്നാണ്. അതിൻ്റെ വസ്തുത എന്താ വെച്ചാൽ മുസ്ലിം വിശ്വാസികൾ ദൈവപ്രീതി കാംക്ഷിച്ച് അവരുടെ വ്യക്തിപരമായ സ്വത്തുക്കൾ വഖഫായി നൽകുകയാണ്. ഭരണപരമായ സർവേയും നിയമപരമായ അന്വേഷണവും കൂടാതെ ഒരു സ്വത്തും വഖഫാക്കാൻ എന്ത് ചെയ്യില്ല, കഴിയില്ല. ആദ്യം വഖഫ് ബോർഡും പിന്നീട് സർക്കാരും അതുപോലെ ഭരണകൂടം ഒക്കെ എന്ത് ചെയ്യും, അത് സ്ഥിരീകരിക്കും. അപ്പോൾ അതും നിലനിൽക്കുന്ന കാര്യമല്ല. പിന്നെ പ്രചരിപ്പിക്കുന്നൊരു കാര്യമാണ് വഖഫ് ബോർഡ് മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നു, ഹിന്ദുക്കളോട് വിവേചനം കാണിക്കുന്നു എന്നുള്ളത്. യഥാർത്ഥത്തിൽ എല്ലാ മതങ്ങളുടെയും മതസ്ഥാപനങ്ങൾക്കായി ട്രസ്റ്റുകൾ രൂപീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ത്യയിൽ ഹിന്ദു ട്രസ്റ്റുകളെ നിയന്ത്രിക്കുന്നത് 1882 ഇന്ത്യൻ ട്രസ്റ്റ് ആക്റ്റാണ്. ഇത് ട്രസ്റ്റുകൾ സൃഷ്ടിക്കുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനുള്ള തത്വങ്ങളും നിയമങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട്, അതിൽ വിശദീകരിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യം. ഇപ്പോൾ വഖഫ് ട്രിബ്യൂണൽ മുസ്ലിങ്ങൾക്ക് അനുകൂലമായി മാത്രമേ വിധി പുറപ്പെടുവിക്കുള്ളൂ എന്നാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ വസ്തുത എന്താ വെച്ചാൽ ട്രിബ്യൂണൽ സർക്കാർ ജഡ്ജിമാരുണ്ട്, ഏതെങ്കിലും മുസ്ലിം പണ്ഡിതന്മാർ അതിലില്ല. ഇതൊരു സർക്കാർ നീതിന്യായ സ്ഥാപനമാണ്, മതപരമായ ശൂറ കൗൺസിൽ അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് ഇപ്പോൾ ഈ പ്രചരിപ്പിക്കപ്പെടുന്ന കാര്യങ്ങളൊന്നും എന്തല്ല, വസ്തുതാപരമല്ല. ഇങ്ങനൊരു ബില്ല് കൊണ്ടുവരേണ്ട ഒരു സാഹചര്യം എന്ത് ചെയ്തിട്ടില്ല ഇവിടെ അല്ല. മുസ്ലിങ്ങൾ തൊട്ട് ആവശ്യം, മുസ്ലിങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയാണെന്നുള്ളത് നേരത്തെ പറഞ്ഞത്. ആ മുസ്ലിങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയാണ് മുസ്ലിങ്ങൾ ആവശ്യപ്പെടണ്ടേ. ഒരു സംഘടന എന്ത് ചെയ്തിട്ടില്ല, ഇങ്ങനൊരു ഭേദഗതി വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ അത് ഞാൻ രണ്ട് കാര്യമാണ് പറയുന്നത്. ഒന്ന്, നിയമ പോരാട്ടം ശക്തമാക്കണം. അപ്പോൾ ഒരുപാട് സുപ്രീം കോടതിയിൽ ഹർജികൾ പോയിട്ടുണ്ട്, അത് നന്നായിട്ട് വാദിക്കണം. അതോടൊപ്പം സമൂഹത്തിൽ എന്ത് വേണം, എന്താണ് വഖഫ്, എന്തായിരുന്നു നേരത്തെ ബില്ല്, ഇപ്പോഴത്തെ അമെൻമെൻറ്റ് എന്താണ്, അതുകൊണ്ട് സംഭവിക്കണം എന്താണ്. ഇത് വെറും ഒരു മുസ്ലിങ്ങളെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല. അപ്പം ഈ ബില്ല് വരാൻ പോകുക എന്നുള്ള ചർച്ച വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ അത് എല്ലാ സമുദായത്തിനെയും ബാധിക്കും. ഇങ്ങനെയുള്ള ഒരു ശരിക്കുള്ള ഒരു എഡ്യൂക്കേഷൻ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഇതിനെക്കുറിച്ച് നടക്കേണ്ടതുണ്ട്. അതോടൊപ്പം പ്രതിഷേധങ്ങൾ, ജനാധിപത്യപരമായ പ്രതിഷേധങ്ങൾ ഉയരേണ്ടതുണ്ട്. എന്നാൽ തീർച്ചയായിട്ടും ഇത് നമുക്ക് ഇല്ലായ്മ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിനൊക്കെ അടിസ്ഥാനപരമായി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ പ്രതിപക്ഷം ഒരു ശക്തമായ പ്രതിപക്ഷമായിട്ടുണ്ട്. അടുത്ത വർഷമാകുമ്പോഴേക്കും അവർ ഭരണത്തിലേറാനുള്ള പണിയെടുക്കുക എന്നതിനാവശ്യം. എന്നാൽ എല്ലാ പ്രശ്നത്തിലും എന്താക്കുക, ഏത് നിയമം പാസ്സാക്കിയതും തിരിച്ച് പാസ്സാക്കാൻ പറ്റുമല്ലോ, അതിന് പരിഹാരം. അതിൽ വിദേശത്തിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ച ചെയ്യുന്നൊരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് വേണ്ടി നമ്മളിത് ചെയ്യുന്നു എന്നുള്ളൊരു വാദം പറഞ്ഞിരുന്നല്ലോ അവർ. മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങളിതൊക്കെ ചെയ്യുന്നത്. ഇതിപ്പം മുമ്പ് ഇതേപോലെയുള്ള മറ്റു പല നിയമങ്ങളും അല്ലെങ്കിൽ ബില്ലുകളും പാസ്സാക്കി എടുക്കുന്ന സമയത്ത് ഇതേ വാചകങ്ങൾ പറഞ്ഞിരുന്നു, മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങളിത് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ അതിനാണ് നമ്മളങ്ങനെ കാണുന്നത്. അതിപ്പോൾ ഓൾറെഡി ഈ ഇതിൻ്റെ ഘടന പറഞ്ഞുകൊണ്ട് തന്നെ ഇപ്പം എന്താണ് അഷ്റഫ് പറഞ്ഞു. നമുക്കത് നേരത്തെ ഇപ്പോൾ NRC വന്ന സമയത്ത് അതിനെക്കുറിച്ചും ഇത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിൽ നമുക്കറിയാം മറ്റേ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന മറ്റെല്ലാ പീഡിത മതസമൂഹങ്ങൾക്കും ഇവിടെ സിറ്റിസൺഷിപ്പ് കൊടുക്കും. അതേസമയം മ്യാൻമറിൽ നിന്നോ മറ്റോ വരുന്ന മുസ്ലിങ്ങൾക്ക് മാത്രം കൊടുക്കില്ല ആയിരുന്നു. ഇപ്പോൾ ഈ ഡൈവേഴ്സിൻ്റെ ആ വിഷയത്തിൽ മുസ്ലിം സ്ത്രീകളെ സഹായിക്കാൻ വേണ്ടിയാണെന്നാണ് മുത്തലാഖ് കൊണ്ടുവന്നത്. പക്ഷേ ഫലത്തിലെന്താണ്, മുസ്ലിം ഡൈവേഴ്സ് മാത്രം ക്രിമിനൽ ഒഫൻസാക്കിയിട്ട് പ്രഖ്യാപിച്ചു. അപ്പം ഇതുപോലെ നമുക്ക് ഒറ്റ ഉദാഹരണം നോക്കിയാൽ മതി. ഇന്ത്യൻ പാർലമെൻറ്റിൽ BJPക്ക് ഒരൊറ്റ മുസ്ലിം MP ഉണ്ടോ? ഒരു മന്ത്രി ഉണ്ടോ? ഒരു മുസ്ലിം മന്ത്രിസഭയിൽ? UP ഒരു MLA BJP ഉണ്ടോ? ഇല്ലല്ലോ. അതെന്താ വെച്ചാൽ മുസ്ലിങ്ങളെ സഹായിക്കാൻ വേണ്ടി എന്നുള്ള പദപ്രയോഗത്തിന് യാതൊരു അർത്ഥമില്ല. മാത്രമല്ല ഇതിനകത്തുള്ളപ്പം നമുക്ക് മുഴുവൻ പറയാൻ സമയമല്ല. ഇതിനകത്ത് ഒരുപാട് ക്ലോസുകൾ, ഈ ക്ലോസുകളെല്ലാം തന്നെ സമ്പൂർണ്ണമായ അർത്ഥത്തിൽ മുസ്ലിങ്ങളെ വഖഫ് സ്വത്തുക്കളിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്യാനുള്ളതാണ്. അവരുടെ അധികാരാവകാശങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നതാണ്. മാത്രമല്ല ഇപ്പോൾ ഏറ്റവും അടുത്തൊരു പ്രസ്താവന എന്ന് വെച്ചാൽ വഖഫ് ബില്ലിനെതിരെ സംസാരിക്കുന്നവരെ രാജ്യദ്രോഹികളായിട്ട് പ്രഖ്യാപിക്കണം. 300 പേർക്ക് നോട്ടീസ് അയച്ചു. 2 ലക്ഷം രൂപയുടെ ഇതൊക്കെ വന്നിരുന്നു ഉത്തർപ്രദേശിൽ. 261ഓളം പള്ളികൾ മറ്റേതിനെതിരെ നോട്ടീസ് ആൾറെഡി എന്ത് ചെയ്തു, അയച്ചു കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ മാത്രമല്ല ഇതിനകത്ത് ഏറ്റവും അപകടം നോക്കൂ, സ്റ്റേറ്റുകൾക്കുണ്ടായിരുന്ന ചില അവകാശങ്ങളുണ്ടായിരുന്നു, ഇതൊക്കെ എന്ത് ചെയ്തു, എടുത്തു കളയുകയും ഇതിനെയും സെൻട്രലൈസ് ചെയ്തു. അപ്പോൾ വളരെ കൃത്യമായ ഒരു അജണ്ട വെച്ചുകൊണ്ട് തന്നെയാണ് BJP ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. അതിൽ സംശയമൊന്നുമില്ല. ഇനിയിപ്പോൾ ഇതേപോലെ ആൻറ്റി കൺവേർഷൻ ലോ വരുന്നുണ്ടായിരുന്നു, ആക്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് വരുമ്പോഴും എന്ത് പറയും, ഇത് മുസ്ലിങ്ങൾക്ക് വേണ്ടിയുള്ള ആണെന്ന് പറയാം. അതിൽ കാര്യമൊന്നുമില്ല.
ഭയങ്കര ഒരു വല്ലാത്തൊരു സ്നേഹമാണെന്നുള്ളത്. പിന്നെ വേറൊരു ഇത് വന്നു വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചില ഇടങ്ങളിൽ നിന്നെങ്കിലും രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി ഇവരൊന്നും ഇതിൽ സംസാരിക്കാത്തത് അതിലൊരു രാഷ്ട്രീയമായിട്ട് ഒരു പിന്നെ താല്പര്യമില്ലായ്മയാണ് എന്നുള്ളൊരു രീതിയിലൊരു അല്ല, വളരെ ഗൗരവമുള്ള നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണത്. എന്നുവെച്ചാൽ ഇത് എവിടുന്ന് വന്നു? വ്യക്തമായ അജണ്ടയോടെയാണ് ആ ഒരു ചർച്ച. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് ഏറ്റവും നന്നായിട്ട് ഓർക്കസ്ട്രേറ്റ് ചെയ്ത ഒന്നായിരുന്നു ആ ചർച്ച. ആ കാരണം വ്യക്തമായിട്ട് മുന്നണിയെ ഒന്നിച്ചു നിർത്തി ആരൊക്കെ സംസാരിക്കണം എന്നുള്ളത് വ്യക്തമായിട്ട് നിശ്ചയിച്ചു. മാത്രമല്ല മുസ്ലിം സമുദായത്തിൽ നിന്നല്ല, ഇതര സമുദായങ്ങളിൽ നിന്ന് ആളുകളെ തിരഞ്ഞെടുത്തുകൊണ്ട് അവരെ കൊണ്ട് തന്നെയാണ് അതൊക്കെ പറയിപ്പിക്കുന്നത്. അത് ഒരു കൃത്യമായ രാഷ്ട്രീയ ബോധം ഉൾക്കൊണ്ട് തന്നെ ചെയ്തതെന്നാണ് ഞാൻ കരുതുന്നത്. മാത്രമല്ല എല്ലാ കാര്യത്തിലും രാജീവ് ഗാന്ധി സംസാരിക്കണമെന്നുണ്ടോ? അല്ല, രാഹുൽ ഗാന്ധി സംസാരിക്കണമെന്നല്ലോ. അത് യഥാർത്ഥത്തിൽ മറ്റു നേതാക്കളെ ഉയർത്തി കൊണ്ടുവരണമെന്നുണ്ടെങ്കിലും പാർലമെൻറ്റിൽ അവരുടെ ശബ്ദം ഉയരണം, ഇത്തരം പ്രസംഗങ്ങൾ മറ്റാളുകൾ കേൾക്കണം. അപ്പോൾ ഒരു മുന്നണി എന്നുള്ള അർത്ഥത്തിലും കോൺഗ്രസിൻ്റെ തന്നെ ഒരു രാഷ്ട്രീയ ഭാവിക്കും ഒരുപാട് നേതാക്കൾ ഉണ്ടായി വരേണ്ടതുണ്ട്. ഇനി വേറൊരെന്താ, ചിലപ്പോൾ നമുക്ക് ഹൈബി ഈഡനെ പോലുള്ളവർ ആരോഗ്യ മുനമ്പത്തെ നേരിട്ട് ബാധിക്കുന്ന അദ്ദേഹത്തിൻ്റെ പാർലമെൻ്ററി സീറ്റിലാണ്. എന്നിട്ട് പോലും അദ്ദേഹമാണ് ഏറ്റവും ശക്തമായിട്ട് അവിടെ എതിരെ സംസാരിക്കുന്നത്. അപ്പോൾ അതൊക്കെ നന്നായി തന്നെ അവർ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനേക്കാൾ വലിയ ഒരു വിഷയം കോൺഗ്രസ്സിലെടുത്ത് അല്ലെങ്കിൽ മുന്നണി എടുത്തൊരു സ്റ്റാൻഡ് എന്താ വെച്ചാൽ ഇതൊരു മുസ്ലിം പ്രശ്നമല്ല എന്നുള്ളതാണ്. ഇതൊരു ഭരണഘടനാപരമായ പ്രശ്നമാണെന്നുള്ളതാണ്. അത് മുസ്ലിങ്ങൾ മനസ്സിലാക്കണം. മുസ്ലിങ്ങൾ ഇതിനൊരു വൈകാരിക വിഷയമായി മാത്രം കണ്ട് ഞങ്ങൾ വയനാട്ടിൽ 4 ചില്ലാൻ ലക്ഷം വോട്ട് കൊടുത്ത് ജയിപ്പിച്ച പ്രിയങ്ക ഗാന്ധി അന്ന് എന്ത് ചെയ്തു, വിദേശത്തേക്ക് പോയി എന്നൊക്കെ പറയുമ്പോൾ ആ വോട്ട് ചെയ്തത് മുസ്ലിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നത് തന്നെ ശരിയല്ല. ഇന്ത്യക്ക് വേണ്ടി നിലകൊള്ളാൻ, ഇന്ത്യയിൽ പ്രത്യേകിച്ചും നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യത്തെ മാറ്റാൻ ഉതകുന്ന എന്ത് സ്ട്രാറ്റജിയാണ് വേണ്ടത്, അതിനു വേണ്ടി പ്രവർത്തിക്കേണ്ട സമയമാണത്. ഞാൻ ഒന്നും കൂടെ കൃത്യമായിട്ട് പറയാം, മുസ്ലിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഒരിക്കലും കോൺഗ്രസ് മുസ്ലിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളേണ്ടതല്ല, മുസ്ലിങ്ങൾക്ക് വേണ്ടിയല്ല സംസാരിക്കേണ്ടത്. കാരണം അങ്ങനെയുള്ള ഒരു ആംഗിളിലേക്ക് കോൺഗ്രസ് പോയാൽ അത് നോർത്ത് ഇന്ത്യയിലെ രാഷ്ട്രീയ സാഹചര്യം മനസ്സിലാക്കാതെ പറയുന്നതാണ്. നമുക്കറിയാം, ഇപ്പോൾ വയനാട്ടിൽ ലീഗിൻ്റെ കൊടി കാണിച്ചിട്ട് പാകിസ്ഥാൻ്റെ കൊടി കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പ്രചരണം നടത്തി. എന്നുവെച്ചാൽ പാകിസ്ഥാന് വേണ്ടിയാണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് നിലകൊള്ളുന്നതിൽ സമാനമായ രീതിയിൽ ഈ അവിടെ ആൾറെഡി ഉണ്ടാക്കിയിട്ടുള്ളൊരു പോളറൈസേഷൻ ഉണ്ട്. എന്നുവെച്ചാൽ കോൺഗ്രസ് മുസ്ലിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന പ്രാർത്ഥനയാണ്. ഇതുവരെ തങ്ങൾക്ക് ലഭിക്കേണ്ടിയിരുന്ന പലതും ലഭിക്കാതെ പോയത് അതൊക്കെ കോൺഗ്രസ് മുസ്ലിങ്ങൾക്ക് കൊടുക്കുകയും ഇതര ചില ഹൈന്ദവ വിഭാഗങ്ങൾക്ക് തടഞ്ഞു വെച്ചു എന്നുള്ളതാണ്. ഈ ഒരു തോന്നൽ സൃഷ്ടിക്കാൻ BJPക്ക് കഴിഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായും ഇത്തരമൊരു കാര്യത്തിൽ പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധി മുന്നോട്ട് വന്ന് സംസാരിക്കുമ്പോൾ ഈ ക്ലിപ്പ് മാത്രമായിരിക്കും അവർ ഉപയോഗിക്കുക. രണ്ടെന്താ വെച്ചാൽ രാഹുലിനെ വ്യക്തിപരമായിട്ട് തടയാനായിരിക്കും ശ്രമിക്കുന്നത്. ഈ വിഷയത്തെ അവർ അതിനകത്തൂടെ തേജോവധം ചെയ്യാൻ ശ്രമിക്കും. ഏറ്റവും വലിയൊരു വിഷയം വെച്ചാൽ ഇനി കോൺഗ്രസ് എടുക്കേണ്ട പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എന്താണ്? പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചോളം ഉയർത്തിക്കൊണ്ടുവരേണ്ട വിഷയങ്ങൾ ഒന്ന് തീർച്ചയായിട്ടും ഭരണഘടനയെ എങ്ങനെയൊക്കെയാണോ തേജോവധം ചെയ്യുന്നത്, അത് ഒരു ഇൻ്റലക്ച്വൽ വിഭാഗത്തിന് കാര്യങ്ങൾ മനസ്സിലാകുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഫെഡറലിസത്തെ എങ്ങനെയാണ് തകർക്കുന്നത്, അതുപോലെ തന്നെ എന്താ വെച്ചാൽ ഇപ്പം ഈ സ്റ്റേറ്റുകളുടെ അധികാരങ്ങൾ എങ്ങനെയാണ് കവർന്നെടുത്തുകൊണ്ടിരിക്കുന്നത്, ഗാന്ധിജിയെ നമ്മളൊരു മൂല്യബോധത്തിൻ്റെ ഒരു വാല്യൂ സിസ്റ്റത്തിൻ്റെ ഒരു പ്രതീകമായിട്ടുള്ള രാഷ്ട്രീയ ഒരു വാല്യൂ സിസ്റ്റത്തിൻ്റെ പ്രതീകമായിട്ടുള്ള ഗാന്ധിജി എങ്ങനെയാണ് തകർത്തുകൊണ്ടിരിക്കുന്നത്, ഈ കാര്യങ്ങളൊരു ഭാഗത്തുണ്ട്. മറ്റൊരു ഭാഗത്ത് ഇവിടെ കർഷകരെന്നുള്ളത് അവരെന്ത് ചെയ്യുന്നു, ഒരു പൂർണ്ണമായിട്ടും സാമ്പത്തികമായ നഷ്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുള്ള വിഷയം. എങ്ങനെയാണ് ഇവിടുത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റുതുലക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, ആരാണിത് വാങ്ങുന്നതെന്നുള്ളത്. സാമ്പത്തിക രംഗം തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ തകർച്ചയുടെ പല കണക്കുകളും വരുമ്പോൾ തന്നെ എന്തെങ്കിലും ഒന്ന് പുതിയ സാധനം എടുത്തിട്ട് എന്ത് ചെയ്യും. അപ്പോൾ കോൺഗ്രസിനെ ഉയർത്തിക്കൊണ്ടുവരുന്ന മുസ്ലിം രാഷ്ട്രീയമൊന്നുമില്ല, മുസ്ലിങ്ങൾ പീഡനം മാത്രമല്ല, മറിച്ച് ഇവിടുത്തെ മുഴുവൻ ജനങ്ങളും എങ്ങനെയാണോ ഇനിയൊരു 5 കൊല്ലം കൂടെ ഈ BJP സർക്കാർ നിലനിന്നാൽ തകർന്നടിയാൻ പോകുന്നത്, ഈ രാജ്യം എങ്ങനെയാണ് നശിക്കാൻ പോകുന്നുള്ളത്, ഈ വിഷയത്തെ തന്നെയാണ് ഉയർത്തിക്കൊണ്ടുവന്നത്. നികുതി ഘടന മാറ്റിയതിലൂടെ സ്റ്റേറ്റുകളൊക്കെ ഇരക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം സെക്യുലറിസ്റ്റ് എന്നുള്ള പദം ഉപയോഗിക്കാൻ വയ്യ.
പദം ഉപയോഗിച്ച് കഴിഞ്ഞോ അത് മുസ്ലിം പ്രീണനമെന്നാണ് പറയുക. അപ്പോൾ ഇങ്ങനെ ഈ ഒരു രാജ്യത്തിൻ്റെ ഒരു പൊതുബോധത്തെ വല്ലാതെ മലിനമാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ബയസ്ഡാക്കിയിട്ടുണ്ട്. ഇതിനെ തിരുത്തണമെന്നുണ്ടെങ്കിൽ പൊതുജനത്തെ ബാധിക്കുന്ന വിഷയങ്ങൾ എടുത്ത് കൃത്യമായിട്ട് പഠിപ്പിക്കുന്ന രൂപത്തിൽ മുന്നോട്ട് വരണം. അപ്പോൾ ഇതിനെ അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഏറ്റവും ശരിയായ രൂപത്തിലാണ് ഉന്നയിച്ചത്. അത് ഈ രാജ്യത്തെ ഭരണഘടനയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഭരണഘടനാ തത്വങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു നിയമം പാസ്സാക്കാൻ ശ്രമിക്കുന്നു, അതുകൊണ്ട് തന്നെ അത് എതിർക്കുന്നെന്നാണ് പറഞ്ഞത്. അത് ഏറ്റവും നല്ലൊരു സ്റ്റാൻഡാണെന്ന് പറയുന്നത്. കാരണം ഇനിയും വരാനിരിക്കുന്ന ധാരാളം റൂളുകൾ ഇതെല്ലാം ഒരുപക്ഷെ ഭരണഘടനാ വിരുദ്ധം തന്നെ ആയിരിക്കും. നമുക്ക് സമയം പരിമിതമാണ്. പക്ഷേ ഒരൊറ്റ ചോദ്യം കൂടി അവസാനം, ഈ സഭ ഇതിനെ സഭയുടെ ഭാഗത്തു നിന്ന് ഇതിനെ പിന്തുണ ഉണ്ടായി എന്നുള്ള നിലക്കുള്ളൊരു പ്രചരണം ഉണ്ടല്ലോ. അപ്പോൾ അത് എങ്ങനെയാണ് നമ്മൾ ഇതൊരു മുനമ്പം ഇഷ്യൂ ഉള്ളത് കൊണ്ടാണോ അവർ അതിനെ സപ്പോർട്ട് ചെയ്തതെന്നുള്ളൊരു ജസ്റ്റ് ഒന്ന് പറയണം. 300 രൂപ റബ്ബറിനാക്കിയാൽ എന്ത് ചെയ്യും, ഞങ്ങൾ BJPക്ക് വോട്ട് ചെയ്യാമെന്ന് പണ്ട് സഭ പറഞ്ഞല്ലോ. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന വെച്ചാൽ മുനമ്പം പ്രശ്നം ഇതിൻ്റെ മുൻപുണ്ടായതാണ്. വഖഫ് ബില്ല് വരുന്നതിൻ്റെ അത് ഇനിയിപ്പോൾ ഈവൻ അമെൻമെൻറ്റ് 2013 അമെൻമെൻറ്റ് വരുന്നതിൻ്റെ മുൻപ് എത്രയോ വർഷങ്ങൾക്ക് മുൻപ് എന്ത് ചെയ്യുന്നുണ്ട്, മുനമ്പം ഇഷ്യൂ നിലനിൽക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് വെച്ചാൽ ഇവിടെ KCBCയെ പോലെയുള്ള ധാരാളം സ്വത്തുക്കൾ കൈയടക്കി വെച്ചിട്ടുള്ള ക്രിസ്തീയ സഭകൾ ഒരു ജീവൻ മരണ പോരാട്ടത്തിലാണ്. അവരെ സംബന്ധിച്ചോളം അവരുടെ ഈ അധികാരവും അവരുടെ സമ്പത്തും അവർക്ക് സംരക്ഷിക്കണം. എന്നാൽ അത് കൃത്യമായ അളവിൽ തന്നെ BJPയുടെ ടാർഗറ്റിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഈ ഓർഗനൈസർ ഇതിങ്ങനെ എന്താ പറയുക, ഈ ബില്ല് പാസ്സായതിൻ്റെ തൊട്ട് പിറ്റേ ദിവസം അവരുടെ ഓൺലൈൻ ഇതിനകത്ത് ഈ ലേഖനം പ്രസിദ്ധീകരിച്ച ഒരു അബദ്ധം കരുതുന്നുണ്ടോ? ഒരബദ്ധമല്ല. കാരണം വർഷങ്ങളുടെ പാരമ്പര്യമുള്ള കൃത്യമായ പ്ലാനിങ് ഉള്ള ഒരു മാഗസിൻ തന്നെയാണ് ഓർഗനൈസർ. വളരെ കൃത്യമായിട്ടാണ് ഇനി എന്ത് ചെയ്യേണ്ട വല്ലാണ്ട് കാരണം ഈ ക്രിസ്തീയ സഭകളും എന്ത് പറയുന്നു, മുസ്ലിങ്ങളുടെ കയ്യിൽ ഒരുപാട് സ്വത്തുണ്ടെന്ന് ഞാൻ വർത്താനായിട്ടൊന്നും വരണ്ട, എൻ്റെ കാര്യം ഞങ്ങൾക്ക് അറിയാം, അതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാം, പിടിക്കാൻ പറ്റുന്നുള്ള ഒരു കൃത്യമായ സൂചന കൊടുത്ത് അതിലൂടെ തന്നെ എന്ത് ചെയ്തു, അവരെ സംബന്ധിച്ചുള്ള ഭയപ്പാട് വന്നു. മാത്രമല്ല ഈ ചർച്ച് ആക്ട് വേണമെന്നുള്ളത് ഇന്നുള്ളൊരിതല്ല. മദ്രാസിൽ ഹൈക്കോടതി എന്ത് ചെയ്തു, വളരെ നേരത്തെ തന്നെ ഇങ്ങനെ ചോദ്യം ചോദിച്ചിരുന്നു. PR കൃഷ്ണയ്യർ ഭരണപരിഷ്കാരങ്ങളുടെ ഭാഗമായിട്ട് വെച്ച കാര്യങ്ങളിൽ ഇത് വരണമെന്ന് വന്നിട്ടുണ്ട്. ഇത് മാത്രമല്ല ഹൈന്ദവത്തിൻ്റെ വിഷയത്തിലൊക്കെ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കർദിനാൾ ആലഞ്ചേരിക്കെതിരെ എന്ത് ചെയ്യും, ഈയിടെ കേസ് വന്നു. ധാരാളം ഈ ക്രയവിക്രയങ്ങളൊക്കെ ഇത്തരത്തിലുള്ളതുകൾ നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യയിലെ കണ്ണായ സ്വത്തുക്കൾ പലതും ഇത്തരത്തിലുള്ള സഭകളുടെ കീഴാണുള്ളത്. അത് സംരക്ഷിക്കാൻ വേണ്ടി അവർ ക്രിസ്ത്യാനികളെ വേണമെങ്കിൽ ബലി കൊടുക്കും. ഞാൻ അങ്ങനെ തന്നെ പറയാം. ആ സമയത്ത് ചർച്ച എന്ന് വെച്ചാൽ അപ്പുറത്ത് വൈദികരായിട്ടുള്ള ആൾക്കാരെ ആക്രമിക്കുന്നുള്ളതാണ്. അതാണ് അത് ഇവരെ. അപ്പോൾ അത് അവിടെ മനസ്സിലാക്കാൻ വെച്ചാൽ ഒന്നാമതായിട്ടെന്ന് വെച്ചാൽ ഈ ആക്രമിക്കപ്പെടുന്ന ഇവിടെ ഇവാഞ്ചലിസ്റ്റുകളുടെ വലിയൊരു നെറ്റ്വർക്ക് ഉണ്ട്. ഇതുപോലെ തന്നെ പുതിയ സഭകൾ ഒരുപാടുണ്ട്. കേരളത്തിൽ പോലും 10-40ഓളം ന്യൂജൻ സഭകളുടെ എന്നുള്ളതാണ്. ഒരു വ്യക്തി അദ്ദേഹം തോന്നുന്നു ഇവരൊക്കെയാണ് ഇന്ന് യഥാർത്ഥത്തിൽ നമ്മളുടെ ഭാഷയിൽ പറഞ്ഞാൽ അവിടെ ദൈവത്തെ നടത്തുന്നത്, ഈ കൺവേർഷൻസൊക്കെ നടത്തുന്നത്, പുതിയ ഈ ക്രിസ്തീയ സമൂഹങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നവരാണ്. ഈ KCBC പോലെയുള്ളവരൊക്കെ ഇതിൻ്റെ ഈ അധികാരത്തിൻ്റെ തലപ്പത്തിരുന്ന് അവരുടെ അരമനകളിലിരുന്ന് സുഖിക്കുകയാണ് ചെയ്യുന്നത്. അവർക്ക് അവരുടെ ഈ സ്വത്ത് സംരക്ഷിക്കാനുള്ള ശ്രമം മാത്രമേ ഉള്ളൂ. ഇതൊരിക്കലും സാധാരണ ക്രിസ്ത്യാനിയെ സംരക്ഷിക്കാനോ സാധാരണ ക്രിസ്ത്യാനിക്ക് എന്തെങ്കിലും നിലയ്ക്കുള്ള ഗുണം വരുത്താനോ വേണ്ടിയുള്ളതല്ല. അതുകൊണ്ട് തന്നെ മുനമ്പം ഇതിൻ്റെ ഒരു കേന്ദ്രബിന്ദുവല്ല. ഈ ഒരു സമയം ഉപയോഗിച്ചിട്ടതിനെ ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ഒരു മിനിറ്റ് കോൺഗ്രസിൻ്റെ വിഷയങ്ങൾ ഉയർത്തുന്നത് ഭരണഘടനാപരമായ ഒരു വിഷയമായി കണ്ടുകൊണ്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക എന്നുള്ളത് നല്ലൊരു സ്റ്റാൻഡാണ്. അതായത് ഒരു മുസ്ലിം വിഷയം എന്ന രീതിയിലേക്ക് എടുക്കുന്നതിന് പകരം ഒരു ഭരണഘടനാപരമായ വിഷയം എന്നുള്ള നിലക്ക് എടുക്കുന്ന ആ സ്റ്റാൻഡ് എടുത്ത് വളരെ കറക്റ്റാണ്. അതോടൊപ്പം നമ്മൾ വേറൊരു വീക്ഷണം കൂടി നമ്മളിതിൽ കണ്ടുപോകേണ്ടത് എന്താ വെച്ചാൽ ഇപ്പം മുസ്ലിങ്ങൾ നേരിടുന്ന ഒരു പ്രശ്നം, അത് തീർത്തും ന്യായമായൊരു വിഷയം. ആ വിഷയം കോൺഗ്രസ് ഉയർത്തിയാൽ അത് കോൺഗ്രസ്സിന് അതോടുകൂടി തെറ്റിദ്ധരിക്കുകയും അത് ഉത്തരേന്ത്യയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നുള്ള ഒരു ക്ലൈമറ്റ് എന്നും നിലനിർത്തുന്നത് അത്ര നല്ലതല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അത് ഒരു സെക്കുലർ പാർട്ടിയാണ്. പക്ഷെ അതിൻ്റെ ലീഡേഴ്സ് മാറി വരുന്നതിനനുസരിച്ച് ആ സെക്കുലറിസത്തിൽ വെള്ളം ചേരാറുണ്ട് ഓരോ കാലഘട്ടത്തിലും. അതിനാരാണോ ആ സീറ്റിലിരിക്കുന്നത്, ആരാണോ അത് കൈകാര്യം ചെയ്യുന്നത്,
അവരുടെ വീക്ഷണത്തിനും അവരുടെ പിന്നെ ചിന്താഗതികൾക്കും പിന്നെ വളരെ വേഗത്തിൽ കോൺഗ്രസ്സിന് എന്ത് ചെയ്യാൻ പറ്റും, സ്വാധീനിക്കാൻ കഴിയും. അപ്പോൾ നമ്മുടെ ബാബരി മസ്ജിദിൻ്റെ വിഷയം അവിടെ തകർന്നു പോയതിൻ്റെ കാലഘട്ടത്തിൽ നരസിംഹറാവുവിൻ്റെ മനസ്സ് എന്ന് പറയുന്നത് അതിന് ഏറ്റവും വലിയ തെളിവാണ്. അതുപോലെ ആ കാലഘട്ടത്തിൽ അതിന് ഒത്താശ ചെയ്ത് കൊടുത്ത ആൾക്കാരുടെ മനസ്സ് അതിൻ്റെ പ്രശ്നമാണ്. അവർ കോൺഗ്രസ് ആയിക്കൊണ്ടിന് എന്ത് ചെയ്യണത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, കോൺഗ്രസ് ഒരു ന്യൂനപക്ഷത്തിൻ്റെ ഒരു പ്രശ്നത്തെ ഉയർത്തി കാണിച്ചാൽ, പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിൻ്റെ ഒരു പ്രശ്നത്തെ ഉയർത്തി കാണിച്ചാൽ അത് മറ്റുള്ളവർക്ക് വേദനിക്കും, പ്രയാസമാകും, അത് കോൺഗ്രസിൻ്റെ ക്രെഡിബിലിറ്റിക്ക് തകരാറ് വരും എന്നുള്ള ആ ഒരു ആഖ്യാനം കോൺഗ്രസ്സിന് നമ്മൾ പതിച്ചു കൊടുക്കാൻ പാടില്ല. അത് നമ്മൾ കോൺഗ്രസ് ഇവിടെയുള്ള എല്ലാ മതവിഭാഗങ്ങൾക്കും അവരുടെ അവകാശങ്ങൾക്കും ഒക്കെ നിലനിൽക്കും. അത് ക്രിസ്ത്യൻ ഇപ്പോൾ സെർച്ച് ആക്ട് വരികയാണെങ്കിൽ ഞങ്ങൾ ശക്തമായിട്ട് എതിർക്കുന്നു, ഇപ്പോൾ വി.ഡി. സതീശൻ പറഞ്ഞില്ലേ. അതേപോലെ വഖഫ് ആക്ട് വന്നാൽ ഞങ്ങൾ ശക്തമായി എതിർക്കും. അതുപോലെ തന്നെ വേറൊരു വിഭാഗത്തിന് പ്രശ്നം വന്നാൽ ഞങ്ങൾ എതിർക്കും. അതിനെ വളരെ നമ്മൾ പൊതിഞ്ഞ് അതൊരു മുസ്ലിം പ്രശ്നമല്ല എന്ന് വരുത്തിയ ശേഷം മാത്രമേ കോൺഗ്രസ്സിനെ അഡ്രസ്സ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളിടത്തേക്ക് എല്ലാം എന്ത് ചെയ്യാൻ പറ്റില്ല, സെറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ഇനി വരാൻ പോകുന്ന വിഷയങ്ങളൊക്കെ മുസ്ലിങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങളാണ്. അതിലൊന്നും കോൺഗ്രസ്സിന് തൊടാൻ പറ്റില്ല എന്നുള്ള രൂപമാണ് വരിക. അത് കോൺഗ്രസ്സിന് തൊടണമെങ്കിൽ എന്ത് വേണം, ഇങ്ങനത്തെ ഒരു സംഗതി ആയാലേ തൊടാൻ പറ്റുള്ളൂ എന്നുള്ളൊരു പ്രിവിലേജിലേക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കോൺഗ്രസ്സിനെ നമ്മൾ തള്ളിവിടാൻ. കോൺഗ്രസ് എല്ലാവർക്കും വേണ്ടി എന്ത് ചെയ്യണം, വാദിച്ചു കൊണ്ടിരിക്കണം. അതിന് പറ്റുന്നൊരു കാലാവസ്ഥ അവിടെ രാജ്യത്ത് നിന്ന് ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുന്നതിനെ തിരിച്ചു പിടിക്കുകയാണ് വേണ്ടത്. അല്ലാതെ അതിനനുസരിച്ച് എന്ത് ചെയ്യാൻ പാടില്ല, നമ്മളെല്ലാവരും മാറില്ല. കോൺഗ്രസ്സിനെ സ്ഥിരമായി വിമർശിച്ചുകൊണ്ടിരിക്കണം. ഞാനതാ പറയാം. അത് സ്ഥിരമായിട്ട് നമ്മൾ, കാരണം കോൺഗ്രസ് വിമർശനങ്ങളിലൂടെ തന്നെയാണ് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത്, കൃത്യമായിട്ട് അതിൻ്റെ ചാനലിലേക്ക് വരൽ. പക്ഷേ കോൺഗ്രസിൻ്റെ അസ്തിത്വത്തെ നിഷേധിക്കാൻ പാടില്ല എന്നുള്ളതാണ്. കോൺഗ്രസിനെ വിമർശിക്കുന്നത് ഗുണകാംക്ഷാപരമായിട്ടായിരിക്കണം. അല്ലാതെ കോൺഗ്രസ് എന്നുള്ള സംവിധാനം പ്രശ്നമാണ്, അതിവിടെ ഇല്ലാതെയാകണം എന്ന രീതിയിലേക്ക് വിമർശനങ്ങൾ പോകുന്നതാണ് എന്ത്, എപ്പോഴും കോൺഗ്രസിനെ ക്ഷീണം ചെയ്യുക. ആ വിമർശനം ഇവിടെ വേറെ രാഷ്ട്രീയ എതിരാളികൾ നടത്തുന്നതാവും. പക്ഷെ മുസ്ലിം പക്ഷത്തു നിന്ന് കോൺഗ്രസിൻ്റെ അസ്തിത്വത്തെ നിലനിർത്താൻ അത് എന്തായിരുന്നു കോൺഗ്രസ്സിന് ഇടക്കിടക്ക് എന്ത് ചെയ്യണം, ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കണം. മൗലാന അബുൽ കലാം ആസാദിൻ്റെ സംവിധാനമാണ്. അതുപോലെ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ കോൺഗ്രസ്സാണ്. അവർ ഉയർത്തിപ്പിടിച്ച ഒരു അസ്തിത്വവും വ്യക്തിത്വം ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഉത്തരവാദപ്പെട്ട MLA-മാർ, MP-മാർ, മുസ്ലിം മുസ്ലിങ്ങൾ എന്നുള്ള പരിഗണന കിട്ടിങ്ങാണ്ട് MLA-മാരായ ആൾക്കാരുണ്ട്, MP-മാരായ ആളുകളുണ്ട്. അവർ ഇപ്പോൾ ഞാൻ പറയാം, മുനമ്പത്തെ വിഷയം ഹൈബി ഈഡൻ എത്ര ആർജവത്വത്തോടു കൂടിയാണ് ഞാൻ അതിൻ്റെ സമുദായത്തിൽപ്പെട്ട ആളാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വെട്ടിയത്. അതിൻ്റെ പേരിൽ അവിടെ കോൺഗ്രസ്സിനൊരു പോറൽ വരുന്നില്ലല്ലോ, ആർക്കും എന്തില്ല. ഹൈബി ഈഡൻ എന്ത് ചെയ്തു, ക്രിസ്ത്യാനികൾക്ക് വേണ്ടി വാദിച്ചു, അല്ലെങ്കിൽ ക്രിസ്ത്യൻസിൻ്റെ ഒരു മനസ്സ് വെച്ച് ഞാൻ ക്രിസ്ത്യാനിയാണെന്നുള്ള സ്വത്വബോധം ശരിക്കും പുറത്തേക്ക് വെച്ചുകൊണ്ട് വാദിച്ചു. അതുകൊണ്ട് അവർക്ക് എന്തൊരു പരിക്കുണ്ടായി എന്ന് ആരും ചിന്തിക്കണില്ല. എന്നാൽ ഇപ്പുറത്തെ ഷാഫി പറമ്പിൽ പറഞ്ഞ പ്രശ്നമാകുകയാണെങ്കിൽ അതിനെ നമ്മൾ ചികിത്സിക്കണേ. ഷാഫി പറമ്പിൽ ഞാനൊരു മുസ്ലിമാണ്, എൻ്റെ പ്രശ്നമാണ്, ഞങ്ങൾ സമുദായത്തിൻ്റെ പ്രശ്നമാണ് എന്ന് കോൺഗ്രസിൻ്റെ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഒരു മുസ്ലിം MP-ക്ക് പറയാൻ കഴിയണം. അങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ട് കോൺഗ്രസിൻ്റെ MP-മാരൊക്കെ കഴിഞ്ഞ കാലഘട്ടത്തിൽ പോയിട്ടുണ്ട്. അത് പറഞ്ഞാൽ തന്നെ ആകെ പ്രശ്നമാവും. അപ്പോഴേക്ക് എന്ത് ചെയ്യും, കോൺഗ്രസിൻ്റെ ക്രെഡിബിലിറ്റി പോകും എന്ന രൂപത്തിലേക്ക് നമ്മൾ കാര്യങ്ങൾ അങ്ങനെ കോൺഗ്രസ്സിന് വകവെച്ചു കൊടുക്കാൻ പറ്റില്ല. പക്ഷേ വഖഫ് വിഷയം അവർ ഭരണഘടനാപരമായൊരു വിഷയമായി വളരെ മാതൃകാപരമായി അതിനെ അവതരിപ്പിച്ചു എന്നുള്ളത് ഓക്കെ. പക്ഷേ അതെല്ലായ്പ്പോഴും നമ്മൾ കോൺഗ്രസ്സിന് വകവെച്ച് കൊടുക്കേണ്ട ഒരു കാര്യമല്ല. കോൺഗ്രസ്സിന് എന്ത് ചെയ്യണം, അതിൽ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ EK മൗലവിയുടെയും അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ കോൺഗ്രസ്സുകാരായി മുസ്ലിം സ്വത്വം ശരിക്കും ഉയർത്തിക്കാണിച്ച് മുസ്ലിം വിഷയം കോഴ്സുകൾ പറഞ്ഞുകൊണ്ട് തന്നെ കോൺഗ്രസ്സിൽ നിന്നിട്ടുണ്ട്. അതുകൂടിയാണ് കോൺഗ്രസ് എന്ത് ചെയ്യേണ്ടതുണ്ട്, ബോധ്യപ്പെടുത്തുന്നത്. എന്തായാലും പാർലമെൻറ്റിൽ 8 മണിക്കൂർ വിചാരിച്ച് 12 മണിക്കൂർ എത്തിയതുപോലെ സ്പോട്ട് ലൈറ്റിലും നമ്മൾ വിചാരിച്ചതിലധികം സമയം എടുക്കേണ്ടത്. എന്തായാലും അവസാനത്തെ വിഷയത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ, കഴിഞ്ഞ വർഷമാണ് ഓൾ പാസ് സിസ്റ്റം നമ്മുടെ ഇവിടെയുള്ള പൊതുവിദ്യാലയങ്ങളിൽ ഓൾ പാസ് സിസ്റ്റം ഉണ്ടായിരുന്നു. 8ാം ക്ലാസ് വരെയുള്ള എല്ലാ വിദ്യാർത്ഥികളെയും അവരെല്ലാവരും എത്ര മാർക്ക് വാങ്ങിക്കഴിഞ്ഞാലും അവർക്ക് പാസ്സായി പോകാം എന്നുള്ളൊരു സംവിധാനം അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്നൊരു മാറ്റം കഴിഞ്ഞ വർഷം മുതൽ നടക്കുകയും അതിൻ്റെ ഭാഗമായി ഇപ്പോൾ വന്ന ഒരു കണക്ക് പ്രകാരം സ്കൂളുകൾ സബ്ജക്റ്റ് മിനിമം ഏർപ്പെടുത്തിയ ശേഷമുള്ള 8ാം ക്ലാസ് പരീക്ഷയിൽ 10% പേർക്ക് മിനിമം മാർക്കില്ല എന്നുള്ളൊരു വാർത്ത നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒന്നിലധികമോ വിഷയങ്ങൾക്ക് 30 മാർക്ക് നേടാത്തവരാണ് ഈ 10%. അപ്പം ഇങ്ങനെ ഒരു വാർത്ത വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? അല്ല, ഇത് നമ്മൾ സമയമില്ലാത്തതുകൊണ്ട് നമ്മളെ ചുരുക്കി പറയാം. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, ഈ ഓൾ പ്രൊമോഷൻ്റെ പരിക്കാണിത്. അതായത് കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ 1ാം ക്ലാസ്സിൽ ചേർത്ത് കഴിഞ്ഞാൽ
ഫാക്ടറിയിൽ പിന്നെ കരിമ്പിട്ട മാതിരിയാണ്. കരിമ്പാണ് കൊടുത്താൽ അപ്പുറത്ത് പഞ്ചസാരയിട്ട് വരും എന്ന് പറഞ്ഞ മാതിരി 1ാം ക്ലാസ്സിലാണ് ചേർത്താൽ 10ാം ക്ലാസ്സിൽ എന്ത് ചെയ്യും, ആൾ പുറത്തുനിന്ന് വരും. ഒരു വർഷം നഷ്ടപ്പെടാതെ വരും. ഇനി ഒരു വർഷം സ്കൂളിൽ തന്നെ പോയില്ല വിചാരിക്കുക, എന്നാലും ആളെന്ത് ചെയ്യും, രജിസ്റ്ററിൽ നിന്ന് കയറി പോരും. ആ രീതിയാണ് എന്ത്, ആ ഒരു പ്രശ്നമാണ് ഇന്ന് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അതുകൊണ്ടാണ് 8ാം ക്ലാസ്സിൽ എന്ത് ചെയ്തത് ഇത്ര ഇ ഗ്രേഡ് കിട്ടാൻ കാരണം. അതായത് 3,87,000 ആളുകൾ കുട്ടികൾ പരീക്ഷ ചെയ്തിട്ടുണ്ട്. അതിൽ 2,24,175 കുട്ടികൾക്ക് എന്തുണ്ട്, പല വിഷയങ്ങളിലായിട്ട് ഇ ഗ്രേഡാണ്. അപ്പോൾ അവരപ്പോൾ ചെയ്യണം എന്താണെന്ന് വെച്ചാൽ 9:30 മുതൽ 12:30 വരെ അവർക്ക് പ്രത്യേക ക്ലാസ് വെച്ച് 20 ദിവസം ക്ലാസ് കൊടുത്തുകൊണ്ട് അവരെ ശരിയാക്കി എടുക്കുക എന്നുള്ളതൊക്കെയാണ് ഇപ്പോഴത്തെ തീരുമാനം. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഗതികേട് വന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ 10ാം ക്ലാസ്സിലെത്തിയ കുട്ടികൾക്ക് വരെ അക്ഷരറിയാത്ത പ്രശ്നമുണ്ട്. നേരത്തെ ഉത്തരവാദപ്പെട്ടവരെ പറഞ്ഞാണ്, ഓർമ്മയുണ്ടോ? അതായത് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഹരിക്കാൻ അറിയില്ല, ഹരണത്തിൻ്റെ വിഷയം, അതുപോലെ തന്നെ മലയാള ഭാഷയുടെ പ്രശ്നം, അക്ഷരത്തിൻ്റെ പ്രശ്നമൊക്കെ പറഞ്ഞിരുന്നു. ബാലേന്ദ്രൻ ചുള്ളിക്കാട് പിന്നെ ഒരു ക്ഷുഭിതനായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം പിന്നെ ഇനി പഠിപ്പിക്കണ്ട എന്ന് പറഞ്ഞു. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു MAക്ക് പിന്നെ പഠിക്കുന്നൊരു കുട്ടി ഒരു പ്രബന്ധം എന്തോ അവതരിപ്പിച്ചപ്പോൾ ആ പ്രബന്ധത്തിൽ മലയാളത്തിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ കണ്ടപ്പോൾ, അക്ഷരതെറ്റും പ്രശ്നങ്ങളും കണ്ടപ്പോൾ, ഇങ്ങനത്തെ ആൾക്കാരാണ് ഈ പൊതുവിദ്യാലയം ഉണ്ടാക്കുന്നതെങ്കിൽ എൻ്റെ പുസ്തകം ഞാൻ അവിടെ പഠിപ്പിക്കേണ്ടതെന്ന് കണ്ട് അദ്ദേഹം ചൂടായതൊക്കെ ഓർമ്മയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു പ്രശ്നങ്ങളൊക്കെ വരാൻ കാരണം ഈ ഓൾ പ്രൊമോഷനാണ്. അപ്പോൾ അതിപ്പോൾ ഗവൺമെൻറ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്, ഈ ഓൾ പ്രൊമോഷൻ പ്രശ്നമാണെന്നുള്ളത്. അപ്പോൾ അതിന് പരിഹാരമായിട്ടാണ് ഇപ്പോൾ എന്ത് ചെയ്തിട്ടുള്ളത്, 8ാം ക്ലാസ്സിൽ മിനിമം മാർക്ക് ഇല്ലാത്ത കുട്ടികൾക്ക് എന്ത് ചെയ്യണം, 2ാമത് ക്ലാസ് കൊടുത്തിട്ട് വേണം 9ാം ക്ലാസ്സിലേക്ക്. ഇനി അടുത്ത വർഷം 7ാം ക്ലാസ്സിലേക്ക് എന്ത് ചെയ്യാണ്, ഇത് വരാൻ പോവാണ്, 7ാം ക്ലാസ്സിൽ ഇങ്ങനെ വരാൻ പോവാണ്. ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ, നമുക്കൊക്കെ പരിചയമുള്ളതാണ്, പിന്നെ ആഫിർലി പരീക്ഷയ്ക്ക് നല്ല മാർക്ക് ഫുള്ള് A കിട്ടിയ കുട്ടി കൊല്ല പരീക്ഷയ്ക്ക് എന്ത് ചെയ്യില്ല, അത് കിട്ടില്ല. കാരണം കുട്ടിക്ക് അറിയാം എന്ത്, അത് എഴുതിയാലും എഴുതിയിട്ടില്ലെങ്കിലും ഞാൻ എന്ത് ചെയ്യും, പാസ്സാവും. പിന്നെ വെറുതെ എന്തിനാണ് പണിയെടുക്കണം എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇപ്പോഴും കുട്ടികൾ ചോദിക്കണത് എന്താ, ഈ 8ാം ക്ലാസ്സിൽ ഇ ഗ്രേഡ് കിട്ടിയ കുട്ടികൾക്ക് 2ാമത് ക്ലാസ് നോക്കുമ്പോൾ കുട്ടികൾ ചോദിക്കണമെന്ന് വെച്ചാൽ, അവസാനം ഇപ്പം എന്താ സംഭവിക്കുക, 20 ദിവസം കഴിഞ്ഞാൽ ഞങ്ങൾ തോൽക്കുമോ, ഇതിൽ ഞങ്ങൾ ഒക്കെ അല്ല എന്തായാലും 9ക്ക് ജയിക്കും, ജയിക്കൂലേ, 9ക്ക് ജയിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഈ 20 ദിവസം പഠിക്കണ്ട. അപ്പോൾ സംഭവിക്കണം എന്താ വെച്ചാൽ, അധ്യാപകർക്ക് ഒരു എക്സ്ട്രാ വർക്ക്. പിന്നെ വെക്കേഷനിൽ ഒരിക്കലും കുട്ടികളെ സ്കൂളിൽ വിളിച്ചുകൊണ്ട് ക്ലാസ് കൊടുക്കാൻ പാടില്ല എന്ന് ബാലാവകാശ കമ്മീഷൻ എപ്പോഴും പറയുന്നതാണ്. അത് ലംഘിച്ചുകൊണ്ട് എന്ത് ചെയ്തു, ഇപ്പോൾ ഒരു സംഭവം വരും ചെയ്തു. ഇനി അടുത്തുള്ള 7 കൂടിയും വരികയാണെങ്കിൽ വെക്കേഷൻ കൂടി മൊത്തം ക്ലാസ് എടുക്കേണ്ട സ്വഭാവമാണ് എന്ത് ചെയ്യേണ്ടത്. അപ്പോൾ ശരിക്കും വേണ്ടതെന്ന് വെച്ചാൽ, സർക്കാർ ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യുകയാണെങ്കിൽ വേണ്ടത്, ഓരോ ക്ലാസ്സിൽ നിന്ന് നേടേണ്ട ശേഷി നേടിയ ശേഷം അടുത്ത ക്ലാസ്സിലേക്ക് പോകേണ്ടതുള്ളൂ തീരുമാനിക്കുക. അത് കിട്ടാത്ത കുട്ടികളെ ഒരു പ്രാവശ്യം ഇവിടെ ക്ലാസ്സിൽ ഇരുത്തുക. അത് പഴയ സിസ്റ്റം ഉണ്ടല്ലോ, അതിലേക്ക് വരണം. അപ്പോഴേക്ക് കുട്ടി ആത്മഹത്യയും പ്രശ്നമാക്കും എന്നൊക്കെ പറഞ്ഞു. അത് ആ ട്രെൻഡൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നതാണ്. ആ കുട്ടികളെ മാനസികമായിട്ട് വേറെ നിലയ്ക്ക് നമ്മൾ പരിവർത്തിപ്പിച്ചുകൊണ്ടെന്നാൽ എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും, കൂടുതൽ ഡിവിഷൻ വരും, കൂടുതൽ അധ്യാപകരെ അപ്പോയിൻറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നല്ലൊരു കാശ് എന്ത് ചെയ്യും, പിന്നെ ഗവൺമെൻറ്റിന് കൂടുതൽ ചിലവാകും. അപ്പോൾ കാശ് ഗവൺമെൻറ്റിന് ചിലവാകാനും പറ്റില്ല, എന്നാൽ ഈ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്തു എന്ന് വരുത്തി തീർക്കും വേണം. ഇതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ഇരുട്ട് കൊണ്ട് ഓട്ട അടിച്ചത് കൊണ്ട് ഓട്ട അവിടെ തന്നെ ഉണ്ടാവും. പക്ഷേ ഇത് ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഒരു മാറ്റമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും വിഷയത്തിലുണ്ടോ? കേരള സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ സമ്മർദ്ദത്തിലാണുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ വർഷം 3, 5, 8 ക്ലാസ്സുകളിൽ ഒരു പൊതുവായ നിലയ്ക്കുള്ള അച്ചീവ്മെൻറ്റ് സർവേ നടത്തിയിരുന്നു. അപ്പോൾ അതിൻ്റെ റിസൾട്ട് വരാനിരിക്കുകയാണ്. അപ്പോൾ എന്താ വെച്ചാൽ, ഇപ്പോൾ നമ്മളിവിടെ കേരളത്തിൽ 8ാം ക്ലാസ്സിൽ എല്ലാവരും എന്ത് ചെയ്തു, മറ്റേ 100% പാസ്സായി എന്ന് പറയുക രാജ്യത്തുടനീളം നടന്നിട്ടുണ്ട്. സഫൽ നോട്ടർ നടന്നിരുന്നു. ഈ 1.5 മാസത്തോളം കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുത്തിട്ടാണ് പരീക്ഷ എഴുതിപ്പിച്ചിരുന്നത്. അപ്പോൾ ഈ റിസൾട്ട് വരുമ്പോൾ നേരെ തിരിച്ച് ഇത് 50% 60% എന്ന് വന്നു കഴിഞ്ഞാൽ കേരളത്തിലെ കുട്ടികൾക്ക് അവിടെ കുറവും ഇവിടെ പാസ്സാവും ചെയ്തു എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അപ്പുണ്ടാകുന്ന വിവാദം? കേരളത്തിലെ എക്സാമുകൾ എന്തല്ല, പിന്നെ വ്യക്തമായിട്ടുള്ള കോമ്പിറ്റൻ്റ് അല്ല എന്ന് വരും. അപ്പോൾ അത് ഇപ്പം തന്നെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും എന്നുള്ളൊരു വൃത്തികേട് അവരെ സംബന്ധിച്ചുണ്ട്. അതൊരു കാരണമാണ്. ഈ മാത്രമല്ല, യഥാർത്ഥത്തിൽ ചിലപ്പോൾ പലരും ചർച്ച ചെയ്തിട്ടില്ലാത്തൊരു വിഷയമുണ്ട്. എന്ന് വെച്ചാൽ 1 നേഷൻ 1 സ്റ്റുഡൻറ്റ് എന്നുള്ള രീതിയിലുള്ള ഒരു കോൺസെപ്റ്റ് 25/1 ഇവിടെ ഒരു സർക്കുലർ എന്ത് ചെയ്തിട്ടുണ്ട്, അവർ CBSE സ്കൂൾക്ക് വിട്ടതുണ്ട്. അതനുസരിച്ച് വെച്ചാൽ അപ്പാർ എന്ന് പറയുന്ന ഒരു പുതിയ അതായത് നമ്മൾ ആധാറൊക്കെ പോലെ തന്നെ കുട്ടികളെല്ലാം തന്നെ ഒരു യുണീക്ക് ID ഉണ്ടാക്കുകയും അത് വെച്ച് അതിൽ രജിസ്റ്റർ ചെയ്യുകയൊക്കെ ചെയ്യണം. അപ്പോൾ ഫലത്തിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് നാളെ എന്ത് ചെയ്യും, സ്റ്റേറ്റ് ഗവൺമെൻറ് അണ്ടറിലൊക്കെ വരാൻ പോവാണ്. മുഴുവൻ വിദ്യാർത്ഥികളെയും കേന്ദ്രത്തിൻ്റെ ഒരു
ചട്ടക്കൂടിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരും. അപ്പോൾ അതോടെ ഈ പറഞ്ഞ ഡിജിറ്റലി ഇവരെയൊക്കെ ടെസ്റ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങളിലേക്കാണ് പോകാൻ പോകുന്നത്. ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് 8 പേജ് വരുന്ന സർക്കുലറായിരുന്നു അത്. എല്ലാം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പം നമുക്കൊരു ത്രിഭാഷാ പദ്ധതി, ഈ ത്രിഭാഷാ പദ്ധതി തമിഴ്നാട്ടിൽ വലിയ പ്രശ്നം ഉണ്ടാക്കാൻ എന്തുകൊണ്ടാണ് കാരണം അവിടെ അവർ ഹിന്ദി നേരത്തെ തന്നെ പഠിപ്പിച്ചിരുന്നില്ല. കേരളത്തിലൊക്കെ അത് പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ അപകടം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിനകത്തൂടെ അറബി എന്ത് ചെയ്യുന്നു, ഇല്ലാതെയാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. നോർത്ത് ഇന്ത്യയിലാവട്ടെ ഇംഗ്ലീഷ് കഴിഞ്ഞാൽ 2 ഭാഷ എന്താ വരുന്നത്, ഹിന്ദിയും സംസ്കൃതമാണ്. അവർ സംസ്കൃതത്തെ കൂടെ തിരികെ കയറ്റാൻ നോക്കുകയാണ്. ഇതുപോലൊരു വിഷയം വെച്ചാൽ ഈ കർണാടകയിൽ ഈ വർഷം ചെയ്തു 6 വയസ്സ് എന്നുള്ളത് കൊണ്ടുവരാൻ ശ്രമിച്ചു. അതോടെ 5 ലക്ഷം കുട്ടികളാണ് പുറത്ത് നിൽക്കേണ്ടി വന്നത്. അടുത്ത വർഷം ഇവിടെ 6 വയസ്സാക്കുന്നെന്ന് ഇതിൻ്റെ ശിവൻകുട്ടി മന്ത്രി പറഞ്ഞിട്ടുണ്ട്. എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇപ്പോൾ 5.25 വയസ്സായ അല്ലെങ്കിൽ അന്ന് 5.25 വയസ്സാവുന്ന കുട്ടി വീണ്ടും എന്ത് ചെയ്യേണ്ടി വരും, UKG ഇരിക്കേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ എന്താ വെച്ചാൽ നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യേണ്ട വരാനിരിക്കുന്ന അപകടങ്ങളാണ് നർത്ഥം. ഈ CBSE വേറൊരു വലിയ അപകടം കൊണ്ടുവരുന്നുണ്ട്. എന്താ വെച്ചാൽ 2 പരീക്ഷ, 10ാം ക്ലാസ്സിലേക്ക് ഫെബ്രുവരിയിൽ ഒരു പരീക്ഷ, മെയ്യിൽ വീണ്ടും ഒരു പരീക്ഷ. അതിന് കുട്ടികൾ സെപ്റ്റംബറിൽ അപ്ലൈ ചെയ്യണം. 2 എഴുതുന്നുണ്ടോ 1 എഴുതുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഏതാണ്ടൊരു 3-4 മാസം കുട്ടികൾ എക്സാമിനേഷൻ്റെ ടെൻഷനിലേക്ക് പോകേണ്ട അവസ്ഥ. ഇത് വളരെ അപകടകരമായ ഒരുപാട് പരിഷ്കരണങ്ങൾ കേന്ദ്രം കൊണ്ടുവരുന്നുണ്ട്. ഇതൊക്കെ നാളെ സ്റ്റേറ്റുകളുടെ മുകളിലും അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ വളരെ വലിയ പ്രത്യാഘാതങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. ഇതിൽ ഗുണപരമായിട്ടുള്ള വശങ്ങളുണ്ട്, പക്ഷെ അതിങ്ങനെയല്ല നടപ്പാക്കേണ്ടതെന്നുള്ളതുണ്ട്. കാരണം കൃത്യമായിട്ട് സ്കൂളിൻ്റെ മോണിറ്ററിങ് സിസ്റ്റം തന്നെ മാറേണ്ടതുണ്ട്. വെറും എക്സാമിനേഷൻ്റെ സമയത്ത് ടെസ്റ്റ് ചെയ്യേണ്ട ഒന്നല്ല ലേണിംഗ് എന്ന് പറയുന്നത്. അത് മാത്രമല്ല, സാഹചര്യം ഒരുക്കണം, അധ്യാപകർക്ക് കൃത്യമായിട്ടുള്ള അധികാരങ്ങളും നൽകണം, റെസ്പോൺസിബിലിറ്റി ആവശ്യമുണ്ട്. ഇന്നുള്ള കുത്തഴിഞ്ഞ അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് വിദ്യാഭ്യാസ ഒരു സംസ്കാരത്തെ തിരിച്ചു പിടിക്കേണ്ട ഒരു ആവശ്യം കൂടുണ്ട്. എങ്കിൽ മാത്രമേ ഇതൊക്കെ നടക്കുള്ളൂ. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികൾക്കറിയാം ഏതുവരെയാണ് ചാടിയാൽ എന്ത് ചെയ്യുക പോകുക എന്നുള്ളത്. അത്ര തന്നെ അവരൊക്കെ അതിനോട് ഗൗരവമായിട്ട് പ്രതികരിക്കുകയുള്ളൂ. എന്തായാലും അതാണ് അതിൽ പറയാനുള്ളത്. നമ്മളെ സ്പോട്ട്ലൈറ്റ് ഇന്നിവിടെ അവസാനിക്കുകയാണ്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.